4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പപ്പയ്ക്ക് ആദ്യമായി ലോങ് ജമ്പിന് മെഡൽ കിട്ടുന്നത്. സ്കൂളിലെ സ്പോർട്സിന്റെ തലേ ദിവസം പപ്പ നാട്ടിലെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള കക്കാടമലയില്ലേ, അതിന്റെ മേലെ ചെന്നു. പപ്പയുടെ പപ്പ പറഞ്ഞത് സീക്രട്ടാണ്. ആ മലയുടെ മേലെ പോയി. ദൈവമേ, പപ്പയ്ക്കൊരു മെഡൽ കിട്ടണേ എന്ന് 3 പ്രാവശ്യം കണ്ണടച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് പപ്പ കണ്ണു തുറന്നപ്പം എന്താ ദേ മുന്നിൽ ഒരു ഏഞ്ചല്. ഏഞ്ചല് പപ്പയുടെ തലത്തൊട്ട് ബ്ലസ് ചെയ്തു. എന്നിട്ട് പപ്പ പറ. നെക്സ്റ്റ് ഡേ പപ്പയ്ക്ക് ലോങ് ജമ്പിന് മെഡൽ കിട്ടി. പപ്പയുടെ ലൈഫിലെ ആദ്യത്തെ മെഡൽ. അവിടുന്ന് അങ്ങോട്ട് ഇറ്റ് വാസ് മെഡൽസ് ഓൾ അലോങ്. ഏഞ്ചലിന്റെ ബ്ലെസ്സിംഗ് കിട്ടിയാ എനിക്ക് മെഡൽ കിട്ടുമോ പപ്പ? പിന്നെ കിട്ടാതെ, ഒപ്പം നല്ല പ്രാക്ടീസും വേണം. പപ്പ ഒരു ദിവസം മോളെ അങ്ങോട്ട് കൊണ്ടുപോവാം, ബ്ലെസ്സിങ്സും വാങ്ങാം, പോരെ? സത്യമായിട്ടും? ഉറപ്പായിട്ടും. പിങ്കി പ്രോമിസ്. ആൻമരിയ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആൻമരിയ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓക്കെ അവിനാഷ്, യു ആർ റെഡി, യു ക്യാൻ ഡു ഇറ്റ്. ഇത്തവണ എന്തായാലും പറഞ്ഞിരിക്കണം. റെഡി? Good morning, Anne. Good morning. How do you do? I'm fine. How are you? I'm fine too. ആൻമരി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അത് പിന്നെ എനിക്ക് ലഞ്ചിൽ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനോ. ആൻമരിക്ക് എന്താ? ചോറ് ആണല്ലേ? ഇപ്രാവശ്യവും ചീറ്റിപ്പോയി. Good morning. Hi. Good morning. ഒരേ ടൈമിൽ See you in the evening. കേട്ടില്ല. As you all know, A is an important letter in English language and it's a vowel too. A എന്ന അക്ഷരം യൂസ് ചെയ്യാതെ ശരിക്കും ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതുവാനോ ഒരു 10 സെക്കൻഡ് സംസാരിക്കുവാനോ ബുദ്ധിമുട്ടാണ്, അല്ലേ? മാം, യെസ്. A ഉപയോഗിക്കാതെ ഞാനൊരു മിനിറ്റ് ഇംഗ്ലീഷിൽ സംസാരിച്ച് കാണിക്കട്ടെ? It is not possible, Anne. Really? Then hear this out. ഞാൻ 100 വരെ എണ്ണാൻ പോകുന്നു. എവിടെയാണ് A വരുന്നത് എന്ന് ടീച്ചർ നോക്കിക്കോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 101 എന്ന് പറയുമ്പോൾ മാത്രമാണ് ടീച്ചർ ഫസ്റ്റ് A വരുന്നത്. It's impressive, Anne. പപ്പ പഠിപ്പിച്ചു തന്നതാ. Sit down. It's wonderful, right? See, അതിലും A ഇല്ല. Very good. Students, there is an announcement. Iris Group of Institutions in the Inter-School Sports Competition selection trials അടുത്ത ദിവസം നടക്കുന്നതാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പ്രാക്ടീസിനായി ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. Girls, don't stop, continue. Work hard. നാളെയാണ് ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള സെലക്ഷൻ. അറിയാലോ, നന്നായിട്ട് ചെയ്തോണം. നമ്മുടെ സ്കൂളായിരിക്കും വിൻ ചെയ്യേണ്ടത്. Alright, so keep trying. How could you do this to me? ഇതിലിപ്പോ ഇങ്ങനെ നിലവിളിക്കേണ്ട കാര്യം എന്താണ്? We had a good time together. Right? Now, let's move on. അതാണ് നിനക്കും നിന്റെ ഭാവിക്കും നല്ലത്. David, please.
വെറുതെ കരച്ചിലും കണ്ണീരുമായി ആളെ അറിയിച്ച നിനക്കാണ് നാണക്കേട്. ആൻഡ് യു നോ മീ വെൽ, റൈറ്റ്? Good afternoon, students. Sit, sit. Miss, this period is English. I know. Megha teacher is not well. So everybody take your science book. Teacher, Yes. can I go and use the washroom, please? Yes, sir. ഞാൻ കണ്ടതാ. മേഘ മിസ് കരയുമായിരുന്നു. ഡേവിഡ് സർ വാസ് ഷൗട്ടിംഗ് അറ്റ് ഹർ. ഇപ്പോൾ ടീച്ചറിന് സുഖമില്ല എന്ന് പറയുന്നു. ടീച്ചർക്ക് എന്തോ ആപത്ത് സംഭവിച്ചു കാണുമെന്നാ എൻ്റെ സംശയം. വി ഹാഡ് എ ഗുഡ് ടൈം ടുഗെദർ എന്ന് ഡേവിഡ് സർ പറഞ്ഞപ്പോൾ മിസ് എന്തിനാ സർ കരഞ്ഞത്? അങ്ങനെ പറഞ്ഞാൽ നല്ലതല്ലേ? ആ, ഞാൻ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ. മോള് പോ. ബൈ ദ വേ, ഇത് ആരോടും പറയണ്ട കേട്ടോ. ഓക്കെ, പോയിക്കോളൂ. ലുക്ക് ഡേവിഡ്, നിങ്ങൾ ഡയറക്ടർ ബോർഡ് മെമ്പറിന്റെ റിലേറ്റീവ് ആയിരിക്കാം. ആൻഡ് യു മേ ബി ഇൻഫ്ലുവൻഷ്യൽ, ബട്ട് ദാറ്റ് ഡസൻറ്റ് മാറ്റർ. വാട്ട് മാറ്റേഴ്സ് ഈസ് നിങ്ങൾ ഒരു അധ്യാപകനാണ്. And there is a minimum code of conduct which you have to follow. ഓക്കെ ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ടീച്ചർ സാറിന് കംപ്ലൈന്റ് ഒന്നും തന്നിട്ടില്ലല്ലോ, ഉണ്ടോ? മേഘ, യു ഗോട്ട് എനി കംപ്ലൈന്റ്സ് അഗൈൻസ്റ്റ് മീ? ഇല്ല. സോ ആ ഇഷ്യൂ സോൾവ്ഡ്. പിന്നെ ഈ ടീച്ചർക്ക് ഇല്ലാത്ത പരാതി വേറെ ആർക്കാ ഉള്ളത്? കമോൺ, ടെൽ മീ. ബൈ അവിനാശ്. ഓക്കെ ബൈ. വാരല്ലേ, വേഗം വാ, പോവാ. വൈകുന്നേരമായപ്പോണ്ടാ ഒരു വണ്ടി പോലീസുകാര് ഫുൾ യൂണിഫോമിൽ അങ്ങോട്ട് വന്നിറങ്ങി. ആ സീനൊന്നും ആലോചിച്ച് നോക്കിയേ. പിന്നെ ഒന്നും നോക്കിയില്ലേ, നമ്മുടെ കോളനിയിൽ മൊത്തമായിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ടോർച്ചിനെ വെട്ടിത്തരുന്ന അടി. പോലീസുകാരൊക്കെ പല വഴിക്ക് ഓടി. അവർ ഓടിയ വഴിക്കൊരു പുല്ല് മുളക്കില്ല. നമ്മുടെ ജാഫർക്ക് ഷാജേട്ടനും കൂടി ഒരു നേരത്തായിരുന്നു. ഞാൻ നൈസായിട്ട് നമ്മുടെ ചാമ്പരത്തിന് മുകളിൽ കയറി. അതിൻ്റെ മുകളിൽ നിന്നിട്ടേ അടിപൊളി ലൈവായിട്ടാ കണ്ടു. അതിൻ്റെ ഇടയ്ക്കുണ്ടാ ഒരു പോലീസുകാരെ നമ്മുടെ മരത്തുമ്മ കയറാൻ നോക്കണ്. ഞാൻ വെറുതെ വിടൂ. ഞാൻ നൈസായിട്ടൊരു ചവിട്ടങ്ങടെ വെച്ചെടുത്തു. ഇതേക്ക് എടുക്കണ ചക്ക വെട്ടിട്ട മാതിരി. പോലീസുകാരനെ ചവിട്ടീന്നാ? ഇരുട്ടല്ലടാ, ആര് കാണാൻ. പിന്നെ നമുക്കിതൊക്കെ എന്ത് ഡെയിലി 2 ഡിസിനല്ലൊക്കെ നമ്മൾ ഡീൽ ചെയ്യില്ലേ? ഇല്ലടാ. എവിടെ? ആ ആ അവിനാശ് ബ്രോ, 2 minutes. ഒരു 20 rupees ഉണ്ടാവും റീചാർജ് ചെയ്യാനായിട്ട്. പൈസ ഒക്കെ കുറവാട്ടോ. എണ്ണട്ടെ? അത് കുഴപ്പമില്ല, ഞാനല്ല റീചാർജ്. അല്ല, ഞാൻ കൊടുക്കാം. ദേ, നിന്റെ റെഡ് ക്രോസുകാരൻ പപ്പ. ഹായ്. ഹലോ പപ്പ. ഹലോ, ഹൗ ആർ യു മൈ ഏഞ്ചൽ? പപ്പ മിണ്ടണ്ട, കൊറേ ദിവസമല്ലേ വിളിച്ചിട്ട്. മോളു, അത് പപ്പ പറഞ്ഞില്ലേ, ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ മൊബൈൽ ഫോണൊന്നും ഇല്ല, സാറ്റലൈറ്റ് ഫോണല്ലേ, അതുകൊണ്ടാണ് എപ്പോഴും വിളിക്കാൻ പറ്റാത്തത്. വേണ്ട പപ്പ, ഒന്നും പറയണ്ട. പപ്പ എന്താ വരാത്തെ? ഐ എം വെയിറ്റിംഗ്. നാളെ എന്റെ ട്രയൽസ് ആണ്. ഏഞ്ചലിന്റെ അടുത്ത് കൊണ്ടുപോയില്ലല്ലോ, ബ്ലെസ്സിങ് കിട്ടിയില്ല. അത് ട്രയൽസ് അല്ലേ മോളു, ആനുവൽ മീറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ഒന്നിച്ചു പോവാം. മോളു, പപ്പയ്ക്ക് ഒരു ഉമ്മ വന്നേ. മിടുക്കി. അപ്പൊ നാളത്തെ ട്രയൽസിന് ഓൾ ദ ബെസ്റ്റ്. ഇപ്രാവശ്യം നമുക്ക് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷന് പോകണം, മെഡലും വാങ്ങണം. പിന്നെ പപ്പ ഒരു ഗിഫ്റ്റ് മമ്മിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നിവ്യ, താങ്ക് യു പപ്പ. Aroy. Yeah, tell me. See, Syria is a dangerous place. It's true that you're doing service for them. But we need you. Our kid needs you. Eniki vendiyalla, at least for the kid. Teresa, love you all. But
റോയ്, ഒരു വർഷമായി. നമുക്കിനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. യു ടേക്ക് കെയർ. എന്തായാലും കോളിനൊന്നും കുറവില്ലേ? അവൻ തന്നെ ചേച്ചി ഇന്നലെയും വഴി വെച്ച് കണ്ടിരുന്നു. ഇപ്പൊ ഒരു സമാധാനം തരുന്നില്ല. അവനെ ഇനി എന്ത് ചെയ്യുന്ന ഓർക്കുന്നേ. ഇങ്ങനെയുള്ളവന്മാരെ വല്ല വാടകകൊണ്ടുകളെയും വെച്ച് തല്ലിക്കണം. എന്നാൽ ഇവന്മാരൊക്കെ മര്യാദ പഠിക്കൂ. സത്യം ചേച്ചി. മമ്മി, ഈ വാടക ഗുണ്ടാന്ന് പറഞ്ഞാലെന്താ? ഞാൻ ഇവിടെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറയുന്നു. അവക്ക് സംശയം ചോദിക്കാൻ തോന്നിയ കാര്യം കണ്ടില്ലേ? ആ പാലെടുത്ത് കുടിച്ച് ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കേ. നാളെ ജമ്പ് ചെയ്യണ്ടല്ലേ, പവർ വരട്ടെ. ഫൈനൽ ചട്ടമാണ്. യു ക്യാൻ ഡു ഇറ്റ്. ഒന്നും നോക്കണ്ട, ഒറ്റ ചട്ടം. And I think this is the best gem so far. Good. ദിനേഷ്, ഡോണ്ട് നോട്ട് ഇറ്റ്. അത് ഫൗളായിരുന്നു. ആൻഡ് ക്രോസ് ദ ലൈൻ. How? Adu foul alla. I just saw it. ദിനേഷ്, താൻ പഠിപ്പിക്കുന്ന സബ്ജക്ട് ഏതാ? It's Max. Do you know what is mine? If I think it's a foul, it's a foul. I decide. Sir, but Oh, you think you know better than me? Huh? ഞാൻ foul എന്ന് പറഞ്ഞ, that's a foul. Understand? Now, you go to the class. Call the next batch. Next. അത് കുഴപ്പമില്ല. I'll deal with it once I'm back. 1 second. ആ വന്നല്ലോ ചാട്ടക്കാരി. ഹൗസ് യു ജംപ്? സർ, എൻ്റെ ജമ്പ് വെറുതെ ഫൗൾ വിളിച്ചു. ഞാൻ ഓ, നോ പ്രോബ്ലം. പോയി ചായ കുടിക്കും മോള്. ഹലോ, യാ, നൗ ടെൽ മീ ഹൗ സീരിയസ് ഹിസ് കണ്ടീഷൻ ഇസ്. അപ്ഡേറ്റ് മീ എവറി അവർ. പപ്പ വന്നിരിക്കുന്ന ഗിഫ്റ്റ് ഒക്കെ ഞാൻ എടുത്ത് മാറ്റി വെക്കും കേട്ടോ, പറഞ്ഞേക്കാം. പോയി കിടന്നുറങ്ങ. ഞാൻ ഫൗൾ എന്ന് പറഞ്ഞ, that's a foul. മിസ് പോവാ. And I resigned the job. It's all right. ഇങ്ങനെയുള്ളവന്മാരെ വല്ല വാടകകൊണ്ടുകളെയും വെച്ച് തല്ലിക്കണം. എന്നാൽ ഇവന്മാരൊക്കെ മര്യാദ പഠിക്കും. And come on, amigo. Live the trials. Cheer up. അവിനാഷ്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? Sure. എന്ത് ഹെൽപ്പാണ് ചെയ്യാം? ഡേവിഡ് സാറിനെ ഇടിക്കണം. ഇടികൊണ്ട് സൂപ്പായി അയാൾ വീണ് കിടക്കുമ്പം സിനിമയിലൊക്കെ കാണുന്ന പോലെ അയാളുടെ നെഞ്ചിൽ കാല് വെച്ചിട്ട് ദിസ് ഇസ് ഫോർ ആൻ മരിയ യു സ്റ്റുപ്പിഡ് മോങ്കി ഫേസ് എന്ന് പറയണം. അതിന് നീ എനിക്കൊരു വാടക കൊണ്ട് ഒപ്പിച്ചു തരണം. ഞാൻ വാടക കൊണ്ട് പറ്റൂല? അത് പിന്നെ ഷുവർ, ഞാൻ നോക്കട്ടെ. ഇതെന്താ സംഭവം? പപ്പ അയച്ചു തന്ന ഗിഫ്റ്റാ. ഇതിൽ വിളിച്ചാൽ മതി. 2 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. എല്ലാം സൂക്ഷിച്ചു വേണം. ഇപ്പൊ എന്തൊരു തലവേനയിലത്. ഈ സ്പോർട്സ് ഒരു 2 ആഴ്ച മുമ്പാണ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ലിസ്റ്റ്. കാക്കരവേട്ടൻ പരോള് കഴിഞ്ഞ് പോയിട്ട് 2 ആഴ്ചയായി. കുപ്പിസുര അടി പിടിക്കില്ല, ബെട്ട് മാത്രം. ഇനിയിപ്പോ ആരെ സംഘടിപ്പിക്കും? ചേട്ടൻ ശരിക്കും ഒന്ന് ആലോചിക്ക്.
ചേട്ടന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇടിക്കാറ് കാണൂലേ? ഒരാളും കിട്ടണില്ലല്ലോ. നീ ആദ്യമായിട്ട് അവളൊരു കാര്യം ചോദിച്ചെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കരുതി വല്ല പൂവക്കായ പറക്കണ കാര്യമെന്ന്. അവള് വേണ്ട. അയ്യോ അങ്ങനെ പറയരുത്. ചേട്ടൻ എന്നെ കൈ വിടരുത്. ഇതെന്റെ ലൈഫിന്റെ പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഒപ്പിച്ചേരണം. പൈസ ആവശ്യണ്ടായിട്ടല്ല, ആളെ കിട്ടാഞ്ഞിട്ടാണ്. നീ ആദ്യം ഒരു കാര്യം ചോദിക്കുമ്പോ നോക്കാം. റിലേറ്റീവ്സിലെ ഒരാളുണ്ട് മോനെ, എന്റെ വകയിലൊരു ബന്ധുവാ, പൂമ്പാറ്റ ഗിരീഷ്. പൂമ്പാറ്റ ഗിരീഷ? യു മീൻ ബട്ടർഫ്ലൈ? അതെ, പൂമ്പാറ്റ. ബാക്കിയെല്ലാരും അടിച്ച പൊന്നി ചെലവർക്ക, ഗിരീഷ് അടിച്ചാലേ പൂമ്പാറ്റ വർക്കും. നല്ല മുട്ടം പൂമ്പാറ്റ. ഒരെണ്ണം കിട്ടിയ മോനെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ലാട്ടാ. അങ്ങനെ വീണ പേരാ. അത്ര വലിയ ഇടിക്കാരനാണോ? ഡേവിഡ് സാർ ഇച്ചിരി വലുതാ. ഇടിക്കാരനാണോന്നാ? ഗിരീഷ് ഏട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ ഡീലിന്റെ കഥ കേൾക്കണ? നമ്മുടെ ഗിരീഷ് ഏട്ടനും പിന്നെ ഗാന്ധി സുഖം എന്ന് പറഞ്ഞൊരു ഓഞ്ഞത്തെണ്ടിയും കൂടി സൈമൺ സാറിന്റെ കുഴൽപ്പണം ഡെലിവറിനായിട്ടെ മലബാറിലേക്ക് രാത്രി ഇങ്ങനെ പോയിരുന്നു. കുഴൽപ്പണോ? നമ്മുടെ പൈസ ഈ കൊറേ കാശിക്ക് ബേഗിലിട്ടുണ്ടായാലേ പോലീസുകാർ പിടിക്കും. അപ്പൊ നമ്മൾ ഈ ഡൗട്ട് വന്നിരിക്കാൻ വേണ്ടിട്ട് ഈ വലിയ PVC പൈപ്പല്ലേ ഈ കാശൊക്കെ അതിനുള്ളിൽ കുത്തിക്കയറ്റുകൊണ്ടു. അതാണ് ഈ കുഴൽപ്പണം. നീ അത് വിട്ടേ, നീ കഥകൾക്ക്. അങ്ങനെ നമ്മുടെ ഗിരീഷ് ഏട്ടനും ഗാന്ധിസും കൂടി ജീപ്പില് രാത്രി ഇങ്ങനെ പോവായിരുന്നു. എന്നെ കൂടി പണിക്കൂട്ടിന് താങ്ക്സ് ഉണ്ട് കേട്ടോ ഗിരീഷേട്ടാ. എന്താടാ? ഞാനൊന്ന് മുള്ളിട്ട് വരാം. അത് കഴിഞ്ഞ് ഗിരീഷ് ഏട്ടൻ ഒരു സിഗരറ്റ് കത്തിച്ച് നോക്കുമ്പോണ്ടാ, ഒരു ഗുണ്ട, 2 ഗുണ്ട, 3 ഗുണ്ട, ഗുണ്ടകളോട് ഗുണ്ട. ഗിരീഷേ, ഒന്നും വിചാരിക്കരുതിട്ടാ. നീ എത്ര കാലമായി സൈമൺ സാറിന് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോ 5-6 കോടിയുണ്ട്. ലൈഫ് സെറ്റിൽ ആവാനേ ഇത് മതി. നിന്നോട് പറഞ്ഞ കാശ് അടിച്ചു മാറ്റാനോട്ട് നീ സമ്മതിക്കുകയില്ല. ചതിയാണെന്നൊന്നും വിചാരിക്കരുതിട്ടാ. നല്ല മുട്ടം പണി അറിയാവുന്ന പിള്ളേരാ. ഒന്ന് മുട്ടി നോക്കുന്ന ഒന്ന് മുട്ടി നോക്ക്. പിന്നെ ഗിരീഷ് ഏട്ടൻ അങ്ങോട്ട് അടിയായിരുന്നു, അടിയോടടി. എല്ലാരും കണ്ണി കൂടെ പൂമ്പാറ്റ പറഞ്ഞു. അധികം സമയം കളയാനില്ല, പിന്നെ കാശിന് വെയിറ്റ് ചെയ്യുന്നവരെ പിണക്കാനും പറ്റില്ല. അപ്പൊ എങ്ങനെയാ, പെട്ടെന്ന് തുടങ്ങല്ലേ? അപ്പൊ പണി നടക്കട്ടെ. എനിക്കിതൊന്നും കാണാൻ വയ്യേ. വേഗം തീർത്തേക്കട പിള്ളേരെ. ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് വരാം. നീ വാടാ ഡ്രൈവറെ. മതി, പൂമ്പാറ്റ തന്നെ മതി. ചേട്ടൻ വേഗം പോയി ചോദിക്കേ, ഞാൻ എന്നോട് പറയട്ടെ. അതൊക്കെ റെഡി, ബഡ്ഡി ചെല്ല്. ഹലോ അവിനാഷ്, ഓവർ. ആൻഡ് ഓവർ. ഗുണ്ട റെഡി. പൂമ്പാറ്റ ഗിരീഷ്. എന്താടാ കാലത്ത് തന്നെ? സ്കൂളൊന്നുമില്ലേ? ഇന്ന് ശനിയാഴ്ച ലീവാ. ലീവാ? ഗിരീഷ് ഏട്ടാ ഈ ചെറിയ ഡിക്കോട്ടേഷനൊക്കെ പിടിക്കൂ? പിടിക്കും. ഞങ്ങളിപ്പോ ഒരു ചേഞ്ചിന് ചെറിയ പണികളെ പിടിക്കാറുള്ളൂ. തടാ, ആർക്കാവശ്യം? അതൊരു സാറിനടിക്കാനാ. വളരെ നല്ലത്. ഇതിപ്പോ കോളേജ് പിള്ളേരൊക്കെ കൊട്ടേഷൻ പഠിക്കാൻ തുടങ്ങിയ? കൂടിക്കട്ടെ. കോളേജ് പിള്ളേരല്ല, സ്കൂൾ പിള്ളേരാ. LP UP. ഓർഡറാ ഓർഡറാ. രാവിലെ മനുഷ്യന്റെ ഉറക്കങ്ങൾ കൊട്ടേഷൻ. കാലം പോയൊരു പോക്കേ. നേരം വെക്കുമോ നിന്റെ പരിപാടി? അയ്യോ,
എന്താടാ? എടാ, നിന്നെ പോലെ വേലയും കൂലിയില്ലാത്ത ചെറുപ്പക്കാർക്ക് പൊതുവായിട്ടുള്ള എന്താണെന്നറിയോ? നിന്നെ പോലെ ജോലിയും കൂലില്ലാത്ത കൂട്ടുകാർ. പിന്നെന്താ? അതല്ല, ഇതുപോലെ ഒരിക്കലും നടക്കാത്ത പ്രേമം. നീ ഇവളുടെ പുറകെ നടന്ന് കുരഞ്ഞ് നാളെ ഇവളെ ഏതെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ വന്ന് കെട്ടി അവളുടെ കല്യാണത്തിന് പോയി നമ്മൾ രണ്ടും സദ്യയുണ്ട്. അവസാനം അവളുടെ ഫസ്റ്റ് നൈറ്റിന് അതെ, ഇതിനുള്ള പകരം വീട്ടുന്നതേ എന്റെ അവളുടെ കല്യാണക്കുറി ഉണ്ടായിരിക്കും. നോക്കാം. കല്യാണക്കുറി ഈ വീടിന്റെ മോന്തായം ദ്രവിച്ചിട്ട് മാറ്റി വയ്ക്കാൻ പറ്റാത്തവനാ കല്യാണക്കുറി കൊണ്ടുവരുന്നത്. ചെറുക്കനെ വഷളാക്കാനായിട്ട് അവന്റെ കൂടെ അങ്ങനെ തള്ളയുടെ ആട്ടും തുപ്പ് നിൽക്കാൻ പോണത് മടുത്തു. മാറിയിരുന്നൂടെ? ഇടിച്ചിട്ടാനേ ഇപ്പം സ്വാതന്ത്ര്യം കിട്ടിയ അന്നോട്ടുള്ള ഇരിപ്പാ. വീടും കൂടിയൊന്നും ഇല്ലേ? കുടിയുണ്ടോ പോണേ? ചേട്ടാ, നാളത്തെ കേരളം വേണോ? കേരളം ആർക്ക് വേണോ? അമേരിക്ക ഉണ്ടോ? രാവിലെ എണീറ്റ് ജോലിയും ചെയ്ത് നടക്കുക. വന്നിട്ടുണ്ടല്ലോ ഗിരീഷേ, പറ്റുകറയായി. കാശിന്റെ കാര്യൊക്കെ അമ്പ്രസ് നോക്കുന്നേ. അപ്പൊ സാർ എന്തിന്റെ കാര്യമാണാവോ നോക്കുന്നത്? ഞാനാണല്ലോ മൊത്തത്തില് അല്ലേ. ഇവന്മാരുടെ ഓട്ടോ വല്ല ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് പരിശോധിക്കണം. പച്ചവെള്ളം ഒഴിച്ചാണ് ഓടിക്കാൻ സംശയമുണ്ട്. ഒരു പണിയും കൂലി രണ്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിക്കോളൂ. ഇവന്മാര് രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാള് വിശുദ്ധ അംബ്രോസ് എന്ന ഈ ഓട്ടോയിൽ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. വിശുദ്ധ അംബ്രോസ് നല്ല പേര്. വീന്നുള്ളത് അവരുടെ വീട്ടുപേരാ. വിരുപ്പമറ്റെന്ന അവരുടെ ശരിക്കും പേര്. നാട് കാണിനെ പറ്റിച്ചു എന്താണോ അവനിതെവിടെ? എവിടാ കള്ളപ്പന്നി? ഞാൻ അവനെ കഴിഞ്ഞ വർഷം കണ്ടതാ. കൊള്ളം പറയുന്നോടാ പന്നി. സത്യം പറയടോ, എവിടവൻ? കൂടെ കൂട്ടിയിട്ട് എനിക്കിട്ട് തന്നെ പണിയുന്നു. ഗിരീഷ, എല്ലാവന്മാരും വേണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നെ ഈ ഏർപ്പാടിന് കൂടെ കൂട്ടിയത് നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. നല്ലപോലെ നോക്കിയും കണ്ടു നിന്നാ നിനക്ക് പതുക്കെ പതുക്കെ രക്ഷപ്പെടാം. കേടാ, എന്ന് ചവിട്ടി വിട്ടു. ശരി സുഖം. എന്താടാ? ഞാനൊന്ന് മുള്ളിയിട്ട് വരാം. സുഖു, ഒന്നും വിചാരിക്കരുത് ചേട്ടാ. നമ്മൾ എത്ര കാലാണ് സൈമൺ സാറിന് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോ 5-6 കോടിയുണ്ട്. ലൈഫ് സെറ്റിൽ ആവാനേ അത് മതി. നിന്നോട് പറഞ്ഞാൽ നീ കാശടിച്ച് മാറ്റാനോട് സമ്മതിക്കില്ല. ചതിയാവൊന്നും വിചാരിക്കരുത് കേട്ടാ. നല്ല മുട്ടം പണിയറാവുന്ന പിള്ളേരാ. ഒന്ന് മുട്ടി നോക്കുന്ന ഒന്ന് മുട്ടി നോക്ക്. അധികം സമയം കളയാനില്ല. കാശിന് വെയിറ്റ് ചെയ്യുന്നവരെ പിണക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാ? പെട്ടെന്ന് തുടങ്ങല്ലേ? അതൊക്കെ അവന്റെ നമ്പറാ. പോയി അടിച്ചാ. ചിരിച്ചോണ്ടിരിക്കുന്ന എന്ത് കാണാനാണ് ഇതിനകത്ത് ഇരിക്കുന്നത്? ഇറങ്ങി ഓടാ.
എന്റെ മൊബൈലും പോയി, എന്റെ ജീപ്പിന്റെ ഗ്ലാസും തകർത്തു. ചതിയൻ. അവനോട് പറഞ്ഞേക്ക്, എന്റെ നഷ്ടം തീർക്കാതിരുന്നാൽ അവനെ പങ്കായത്തിനടിച്ചു കൊല്ലുന്നു. കൊല്ലണം ചേട്ടാ. ചേട്ടാ ഒരു മോതിരം എടുക്കണ്ട്. കൊന്നു. നിന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്നോട് ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യരുത്. അതെന്തിനാന്ന് മനസ്സിലായോ? എടാ നീ എന്ത് ചെയ്താലും ഇടി ഞാൻ കൊള്ളണം. നീ എന്നോട് പറഞ്ഞിട്ടാ ചെയ്യുന്നെങ്കിൽ എന്തിനാ ഇടി കൊള്ളുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവില്ലേ. ഇനി അവന്റെ കാശ് എങ്ങനെ കൊടുക്കും? എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കാണോ? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഓരോരുത്തരായിട്ട് പിഴയും. നീ നോക്കൂ. അവന്മാരൊരു ഫുട്ബോൾ കളി. ഇതിങ്ങട് തന്നെ. നീ ആദ്യമായി വന്നൊരു കാര്യം ചോദിച്ചിട്ട് അത് ചെയ്തു തരാതിരുന്ന കാര്യം ഓർത്തപ്പം നിന്റെ ഗിരീഷ് ഒരു വിഷമം. നീ അവരോടത് ഏറ്റെന്ന് പറ. പിന്നെ ഒരു 5000 രൂപ ചെലവ് വരുന്നും പറഞ്ഞു. 10,000. അതെ 10,000. നീ ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ തരുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റ്. 10,000 bucks? എന്റെ കയ്യിൽ അത്രയും ഒന്നുമില്ല. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ കാശെല്ലാം കൗണ്ട് ചെയ്താലും അതിന്റെ പകുതി കാണില്ല. കൗണ്ട് ചെയ്യുന്ന സമയമില്ല. ഗിരീഷേട്ടന് ഭയങ്കര തിരക്കുള്ളതാ. നിങ്ങൾ കൗണ്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ചിലപ്പോ ഗിരീഷേട്ടന്റെ മനസ്സ് മറന്നൊക്കെ വരും കേട്ടോ. ഭയങ്കര തിരക്കുള്ള ഗുണ്ടയാ. പുതിയ iPhone 6 Plus മതിയോന്ന് ചോദിക്കും. 6+ ഐഫോണാ? പാട്ട് പാടിയ മീൻ വരും. ഗിരീഷേട്ടാ ആനിമരിയ പുതുപുത്തൻ ഫോൺ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഐഫോൺ. നീ ഈ ഫോൺ കണ്ട? ഇതിനകത്ത് ആകെ വിളിക്കുന്ന കസ്റ്റമർ കെയർന്നാ. പിന്നെ എനിക്കെന്തിനാടാ വേറെ ഫോൺ? അയ്യോ ചേട്ടാ, ആനിമരിയുടെ പപ്പ സമ്മാനം കൊടുത്ത പുതുപുത്ത ഫോണത്. 19,000 രൂപ മുതലാ. അത് വേണ്ടാന്നാ. എത്ര? 50,000. എന്നാ നീ അത് മേടിച്ചോണ്ട് പോടാ. അതെനിക്ക് തരില്ല. അത് നാളെ ഗിരീഷേട്ട അവളുടെ വീട്ടിൽ പോയി തന്നെ വാങ്ങണം. കാരണം മാഷിനടിച്ചിട്ടേ എന്തോ ഇംഗ്ലീഷിൽ പറയാണ്ടെന്ന്. ഇംഗ്ലീഷിലാ? നീ ചെല്ലളിയാ. നല്ലൊരു 1.5 ഗുണ്ടയായിട്ട്. അരെ കോനേ മാറി നിക്കടാ. ചേട്ടനാണോ ഈ പൂമ്പാറ്റ ഗുണ്ട? യെസ്. അരെ ഫോൺ ഗയാ സാല. അപ്പൊ ഇതാണ് ഐഫോൺ. ഡേവിഡ് സാറിനെ ഇടിക്കണം. ഇടികൊണ്ട് ഡേവിഡ് സാർ നിലത്ത് വീണ് കിടക്കുമ്പം അയാളുടെ നെഞ്ചില് കാല് വെച്ചിട്ട് "This is for Anne Maria, you stupid monkey face" എന്ന് പറയണം. ഇടികൊണ്ട് ബോധം പോയാ പറയണോ? അല്ലേ വേണ്ട, ഒരു കടലാസിലിങ് എഴുതി തന്നേക്ക്. അടിക്കുന്നതിന് മുന്നേ അങ്ങ് പറഞ്ഞേക്കാം. എഴുതിയും വെച്ചിട്ടുണ്ട്. കൂട്ടക്ഷരാണല്ലോ. കൊച്ചിന്റെ പേരെന്താന്ന് പറഞ്ഞേ? ആൻ മരിയ. ആൻ മരിയ നോക്കിക്കോ. ഇന്ന് തിങ്കളാഴ്ച, നാളെ വൈകുന്നേരം അടിപൊട്ടിയിരിക്കും. ഇനി അവൻ എഴഞ്ഞെഴഞ്ഞായിരിക്കും സ്കൂളിൽ വരുന്നത്. ഓക്കെ? ഗുണ്ടാഹോ ഗുണ്ടാ. Deal done. Over and out. എടാ, പറഞ്ഞു കേട്ടത് പ്രകാരം ഇതൊരു 55,000 രൂപ വരും. സുഖൂനൊരു 30. ഓക്കെ. ബാക്കി എന്ത് ചെയ്യൂടാ? എടാ, ഇതിന്റെ പുറകിലത്തെ സീറ്റ് എന്തായാലും ഒന്ന് മാറ്റണം.
എടാ അത് ഓൾറെഡി മാറ്റിയിട്ടല്ലേ കിടക്കുന്നേ. അതല്ലടാ, നന്നാക്കണം, പുതിയത് ഇടണം. എടാ നന്നാക്കിയാ പിന്നെ നമ്മൾ സ്റ്റാൻഡിൽ പോയി കിടന്ന് ഓടേണ്ടി വരില്ലേ? നീ റെഡി ആണെങ്കിൽ ഞാൻ റെഡി. ഓ വേണ്ട വേണ്ട, ആൾക്കാർ ഓട്ടം വിളിച്ചാൽ പണിയെടുക്കേണ്ടി വരും. അതാണ്. ഏതായാലും ആരും അറിയണ്ട. അറിഞ്ഞാ പിന്നെ കടക്കാരൊക്കെ തീട്ടപ്പുറത്ത് ഈ ഈച്ച പൊതിയുന്ന പോലെ നമ്മളെ വന്ന് പൊതിയും. എടാ ചക്കരയ്ക്ക് ചുറ്റും വല്ല മണിയനുറുമ്പുകൾ എന്നൊക്കെ പറ. മറിയയുടെ ഐഫോൺ, മറിയയുടെ ഐഫോൺ. ഗിരീഷ് എവിടെ നിന്നിട്ടത്? മാമന്റെ മോൻ തന്നതാ. മാമന്റെ മോനാ? എന്റെ ഇവന്റെ മാമന് മോൻ ഉണ്ടായിക്കൂടെ? അല്ല നീ വില പറടാ. സംഗതി കേട് ഫോണൊക്കെ ഉണ്ടോ? പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ ഗിരീഷേ, ഇത് കൺട്രിലൊക്കെയാണ്. ഇതേതാ സ്പൈഡർമാന്റെ ഫോട്ടോ ഉണ്ടോ? ഇത് അമേരിക്കയിൽ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. അമേരിക്കയിൽ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ? അത്യാവശ്യം ഉണ്ടെങ്കിൽ കാനഡയിലൊക്കെ വിളിക്കാം. അപ്പൊ അതിനൊന്നും കിട്ടൂലേ? ഇതിനൊന്നും കിട്ടൂല ഭായി, ഭയങ്കര ഇത്. അയ്യോ, വേണമെങ്കിൽ ഒരു 2000 രൂപ വരാം. 2000? അല്ല വേണ്ട, നിങ്ങൾ ഇത് എവിടെ നിന്ന് വെച്ചിട്ട് കൊടുക്കാം ബ്രോ. ഇത് വെച്ച് കഴിഞ്ഞാൽ വിറ്റുപോല സാധനം. കിട്ടുന്നത് വാങ്ങാം. ഇത് മാറ്റി വാങ്ങാൻ വീട്ടിൽ ചെല്ലുന്ന കാര്യം അത് ആലോചിക്കേ വേണ്ട. ആരെങ്കിലും കണ്ടാ പിന്നെ പെരുന്നാൾ ഇടിയിടിക്കും. ഒരു കാര്യം ചെയ്, നീ ആ 2000ന്റെ കൂടെ ഒരു 1000 കൂടെ കൊടുത്താ ഇത് ഒരു 1000 കൂടി എടുക്ക. അതിന് എണ്ണൊന്നും വേണ്ട. സാബ് 2500 മതി. അത് മതി വെച്ചു. അത് മതി. കിട്ടിയ ഒന്നും കിട്ടൂലടാ, അതാണ്. നീ വാ. ശരി, നിന്റെ കട മുടിഞ്ഞു പോടാ. iPhone 2500 को मिलेगा? പോയാടാ പൊന്നു. നീ വധൂരിക്ക് എന്താന്ന് വെച്ചെടുത്ത് കൊടുത്തടാ. എൻ്റെ അടുത്ത കളി. ഇപ്പൊ എന്തായാലും അടിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ ഉറപ്പല്ലേ? എന്താടി വെരി ഗുഡ്. ഓവർ ഓവർ ഓവർ. വിചാരിച്ച കാശൊന്നും കിട്ടിയില്ലല്ലേ? പക്ഷെ നീ പേടിക്കണ്ട, നാളെ വേറെ ഏതെങ്കിലും പിള്ളേര് അപ്പനെ തല്ലാനുള്ള കൊട്ടേഷനായിട്ട് വരും. നീ നോയിക്കോ. അല്ല, ആ കൊച്ചിനെ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു സാറിനിട്ട് 2 പൊട്ടിക്കണം തോന്നാത്ത ആരാടാ ഈ ഭൂമിയിലുള്ളത്? അത് ശരിയാ. അതാ പണ്ട് വലുതാവുമ്പോ 4ാം ക്ലാസ് നമ്മളെ കണക്ക് പഠിപ്പിച്ച ജോർജ് സാറിന് 2 കൊടുക്കണമെന്ന് ഞാൻ 1000 വട്ടം പ്രയത്നമായിട്ടുള്ള. മറന്നുപോയിരിക്കാൻ ഞാൻ കണക്ക് പുസ്തകത്തിൽ എഴുതിയിട്ടതാ. എന്നിട്ട് പിറ്റേന്ന് ഹോംവർക്ക് ചെയ്തത് നോക്കിയപ്പോൾ സാറ് എന്നെ ഞാൻ എഴുതിയിട്ട കണ്ടു. ഞഞ്ഞായി. എടാ മണ്ട. പടിയൻ വന്നു വന്നിപ്പോ 2 പേർക്കും കൂടെ ഒരു മേശടിയിൽ ഒളിക്കാൻ പോലും പറ്റാതായി. അന്ന് ചാടിയത് ഫൗളല്ലായിരുന്നു. You will definitely become a champion one day. Bye, Anne. ഡേവിഡ് സാറിനിട്ട് നല്ലപോലെ തല്ല കിട്ടിയെന്ന് തോന്നുന്നു. ഇന്നാളെ കാണുന്നില്ലല്ലോ. ഞാൻ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ട്. പൂമ്പാറ്റ ഏറ്റതാ. ഓവർ ഓവർ. അങ്ങനെയെല്ലാം ഓവർ ഓവർ. കണ്ടോ, മണിയടിച്ചു. അയാളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുകയായിരിക്കും.
വാ പോ. What are you doing here? Go to your class. ഡേവിഡ് സാറല്ലേ ഈ നിൽക്കുന്നേ? Go. തല്ലെന്ന് പറഞ്ഞിട്ട് തല്ലിയില്ലല്ലോ. ഷർട്ടേട്ടൻ ചതിക്കൂല, ഉറപ്പാണ്. ഞാൻ വൈകുന്നേരം ഒന്ന് ചോദിച്ചു നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. ചേട്ടാ തല്ലിയില്ലല്ലോ. അത് പിന്നെ തല്ലാത്തത് അത് ഇത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. ഇന്നലെയായിരുന്നു മാർക്കിംഗ്, അപ്പൊ ഇന്നായിരിക്കും സ്കെച്ച്. നാളെ നോക്കിക്കോ. കൈ നോക്കി കളിക്കില്ല കേട്ടോ. ഗിരീഷേട്ടൻ ഡേവിഡ് സാറിനെ തല്ലില്ലല്ലോ. നീ ഇവിടെ ഇരി. എന്തിന്? നിനക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? എനിക്കെന്ത് കാര്യം? എനിക്കെന്ത് കാര്യം? മിടുക്കൻ. ഇന്നലെ മാർക്കിംഗ് ആയിരുന്നു, ഇന്നാണ് സ്കെച്ചിങ്. നാളെ നോക്കിക്കോ. When you get time, just come to my office. Okay? നീ ബോളിയാ നിക്കട്ടാ. നീ അവിടെ ഫീൽഡ് ചെയ്യ്, നീ ഇവിടെ ഫീൽഡ് ചെയ്യാൻ നിക്ക്. നിങ്ങൾ രണ്ടുപേരും എന്റെ ടീമിൽ കളിച്ചോ. നീ അവിടെ ഇരിക്ക്. പക്ഷെ ഫസ്റ്റ് ബാറ്റ് ഞാൻ ചെയ്യും, ഞാൻ തന്നെ ചെയ്യും. എന്ത് നിങ്ങളാരെങ്കിലും ബാറ്റ് ചെയ്യും, ഞാൻ പോരാ. അളിയാ എന്തായി? I'm calling Sharad. Sharad, come in. I'm calling Sharad. Sharad, come in. നല്ല നാടൻ പൂമ്പ്. ഇതെന്ത് ഫോണാണ്? ഇത് വേറെ കേസാ. നീ കഥ കേൾക്ക്. Sharad. I know your passion. And I'll help you reach your heights. Thank you, sir. तिरिച്ചു പൊക്കോ, എന്റെ പുറകെ വരണ്ട. मैडम को पता चले तो क्या होगा पता है? कुछ नहीं होगा. उसका घर कहाँ है मालूम है तुझे? ठीक है, तू आराम से चला ना. ओए ഈ നൊമ്പര ഗുളിയോ പെരുന്നാൾ കുളിയോ ഗുളി ഗുളിയോ. എനിക്ക് പൂമ്പാറ്റയുടെ വീട്ടിൽ പോണം. അത് പറ്റില്ല, എനിക്ക് പൂമ്പാറ്റയുടെ വീട് അറിയില്ല. എന്നാ എന്റെ ഐഫോൺ തിരിച്ചാടാ കള്ള. അല്ല ചേട്ടാ, ഫ്രണ്ട്സാ. കള്ളനും പോലീസും കളിക്കാൻ വിളിക്കാൻ വന്നതാ അല്ലേ? സത്യായിട്ടും ഇന്നിപ്പോ എത്രാമത്തെ പ്രാവശ്യം പാമ്പ് വിഴുങ്ങണേ? അതാ പാമ്പിന് പോലും ഓർമ്മയില്ല. പിന്നെയല്ലേ നമുക്കല്ലേ? അയ്യോ നീ കളി കളി കളി. ഗിരീഷേട്ടാ, നീ ഗിരീഷേട്ടാ ഒന്ന് വരൂ. നിന്നെ വിളിക്കണേ. എടാ ഇതാ തലതെറിച്ച പിള്ളേരല്ലേ, നീ വീട്ടിൽ. ഞാനൊന്നുമില്ല, നീ നീ കൂടെ വാളിയാ. ഈ ചീള് കേസ് ഡീൽ ചെയ്ത് തരാം. ഇവൻ പോയ പാമ്പ് പട്ടിണിയായി പോവല്ലോ. ഞാൻ ഇല്ലേ, നീ വാ. എന്താടാ ഇവര് കാണണെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നപ്പോ കൊണ്ടുവന്നതാ. എന്താ കാര്യം? തല്ലാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ തല്ലിയില്ലല്ലോ. ഇല്ല, തല്ലിയില്ല. അതിന് അപ്പൊ ചേട്ടൻ ഞങ്ങളെ ചീറ്റ് ചെയ്യുമായിരുന്നല്ലേ? ആടാ ചീറ്റിയായിരുന്നു. നീ എന്ത് ചെയ്യടാ കള്ള കുട്ടിച്ചാത്ത. മര്യാദക്ക് എന്റെ ഫോൺ തിരിച്ചു തന്നോ? അതെന്റെ പപ്പ മേടിച്ചു തന്നതാ. കള്ളന്മാരെ. നീയൊക്കെ എന്താടി കരുതിയേ? സാറന്മാരെ പോയി തല്ലണമെന്നാ? മാതാപിതാ ഗുരു ദൈവം എന്ന് കേട്ടിട്ടില്ലേ? എന്താണ്? ഓടിക്കണം. ഇനി ഒരു നിമിഷം നീയൊക്കെ ഇവിടെ നിന്നാ നിന്റെ സ്കൂളിലും വീട്ടിലും ഒക്കെ ഞാൻ വിളിച്ചു പറയും. എടുത്തോണ്ട് പോടാ. കൺട്രി ലോക്കുള്ള ഫോണൊന്നും പറ്റിക്കാൻ നോക്കുന്ന ഇടുപൊടി. चलो वन, मैंने कितने बार बोला था नहीं आने का? ബാർ ബോലാതാ. പോടാ പോടാ. അംബ്രോസിനോടാ കളിയുടെ മൂടങ്ങ് പോയി. ചേട്ടാ, കാശുള്ള ആളെ കാണുന്നില്ല. അത് ശരി, സാരില്ലടാ, കൂട്ടുകാരൻ വരട്ടെ. അതുവരെ നീ 1-2 ഗ്ലാസ് ഒക്കെ കഴുകി നിക്ക്.
സുഖമാണോ? ഏ സുഖമാണ്. നീ ആ കൊച്ചിനറിയോ? അറിയില്ല. ഇല്ല. നീ അറിയില്ല. ഇല്ല. നീ ആ കൊച്ചിന്റെ ഐഫോൺ തട്ടിപ്പറിച്ചോണ്ട് ഓടിയടാ? ആ സാർ, വെച്ച് കളിച്ചോണ്ടിരുന്നപ്പോ ഇയാൾ ഓട്ടോയിൽ വന്ന് മൊബൈൽ തട്ടിപ്പറിച്ചോണ്ട് പോയി സാർ. ഞാൻ കണ്ടതാ സാർ. അല്ല സാറേ, അല്ല സാറേ, അവര് കള്ളം പറയുന്ന. ആര്? അവര്. ഞാൻ തട്ടിപ്പറിച്ചിട്ടൊന്നുമില്ല. കള്ളം എന്നെ കൊല്ലല്ലേ? സത്യം പറടാ. തട്ടിപ്പറിച്ചോണ്ട് ഓടിയ നീ? സാറേ, ഞാനൊന്നും തട്ടിപ്പറിച്ചിട്ടൊന്നുമില്ല. ആ കൊച്ചു തന്ന കൊട്ടേഷന്റെ കൂലിയായിട്ട് കൈപ്പറ്റിയതാ. കുഞ്ഞു പിള്ളേരെ പറ്റിച്ച് ജീവിക്കുന്നോടാ പന്ന. ഇതിലും ഭേദം വല്ല കക്കാനോ പിടിച്ചോടിക്കാനോ പൊക്കോടാ നിനക്കൊക്കെ. ഞാൻ തട്ടിപ്പറിച്ചതാ. തട്ടിപ്പറിച്ചോ? ഓക്കെ, ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. എവിടെ ഉണ്ടോ മൊബൈല്? എന്താ സാറേ പ്രശ്നം? ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല പ്രശ്നമൊന്നുമില്ല. നീ എന്ത് ഇവിടെ? സാറ് നമ്മുടെ ആളാ, പേടിക്കണ്ട. കൺട്രി ലോക്ക് അല്ലേ? അതെ. പറ്റിച്ച് ജീവിക്കുന്നവരാ പുല്ല. അങ്കിൾ, മമ്മിനോട് പറയല്ലേട്ടോ. മമ്മി മൊബൈൽ കൊണ്ട് കളിച്ചതിന് വഴക്കുറയും. നോ നോ നോ. ഡോ സനാഥ്, മോളെ കൊണ്ട് വീട്ടിലോട്ടെ. ശരി സാർ. മോളു, ഐ വിൽ കോൾ യു. ഓക്കെ, ബൈ, ടേക്ക് കെയർ. ചലോ. ഡോ ഇവന്മാർ എഴുതി വാങ്ങിച്ചിട്ടേ എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്തേക്ക്. ശരി സാർ. ഫൂൾസ്. പിള്ളേരെ പറ്റിക്കാൻ ഓരോരുത്തന്മാരെ ഇറങ്ങും. ഗിരീഷ്, ഈ ഐഫോൺ 6 വളയുന്നേക്കണ നേരാണല്ലേ? എടാ പൊന്നോ, ആ കുട്ടി വന്നോണ്ട് എൻ്റെ ഒക്കെ തടി കഴിച്ചില്ലായി. മനസ്സിലായടാ? ഒരാഴ്ച മുടങ്ങാണ്ട വന്ന് ഇവിടെ ഒപ്പിട്ടോളോ. പിന്നെ നിന്നെ 3-4 കേസിന് കൂടി ജെയിംസ് സാറ് നോട്ടിട്ടിട്ടുണ്ട്. എല്ലാം കൂടി പെരടിക്ക് വെച്ച് കെട്ടി തരും. വലിയ ഉപകാരം. നോക്കി കണ്ടൊക്കെ നടന്നടാ. പോയിക്കോ. എന്നാ ചാവി. എന്താടാ നിങ്ങളുടെ പ്രശ്നം? ഇവൻ എന്നെ ജിമ്മി കയറി തല്ലി സാറേ. ആര്? ഇബനാ? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ. പോടാ, പൊക്കോ. അതെ, എസ് ഐ ആളെങ്ങനെയാ? പോലീസുകാരനാ. നീ ഇതെന്ത് പണിയാ കാണിച്ചേ? വണ്ടി എടുത്തിട്ട് പോകുമ്പോ പറഞ്ഞിട്ട് പോട്ടെ. ആ മാടക്കടക്കാരൻ എന്നെ പിടിച്ചു വെച്ച്. ഞാൻ എന്റെ 5 പൈസ ഇല്ല. പരാതി കൊടുത്തിട്ട് എന്താടാ? ഈ എസ് ഐന്റെ മാമനാ. ഇനിയൊരു മാമനുണ്ട്, SP യാ. വേറൊരു മാമനുണ്ട്, കളക്ടറാ. പിന്നെ മിനിസ്റ്ററാ, അലക്സി ചാക്കോ. എന്നെ പറ്റിക്കാൻ നോക്കിയത് കൊണ്ടല്ലേ ഞാൻ ജെയിംസ് അങ്കിളിന്റെ അടുത്ത് പറഞ്ഞത്. വിട്ടോ, ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്ത് വീണ്ടും കിട്ടും. സ്റ്റാർട്ടായി. ഞെക്കി പിടിച്ചു. ആ കൊച്ചു വലയാട്ടാ, വണ്ടിയും വലയും. വല്ലാത്തൊരു കുത്തിപ്പിടുത്തായിപ്പോയി. ബോൾട്ട് ഇളകി. എടാ, അവളുടെ മാമന്മാർ ഇത്ര വലിയ പുള്ളികളാണെങ്കിൽ അവക്ക് അവരെ വിട്ട് ആ PT സാറിനെ തല്ലിച്ചാ പോരായിരുന്നോ? എടാ, പോലീസ് പിടിച്ചോന്നല്ല പ്രശ്നം. ആ പെങ്കൊച്ചിന്റെ മുന്നിൽ തന്നെ പിടിച്ചോണ്ടായത്. അയ്യടാ, അതായിരുന്നോ നിന്റെ പ്രശ്നം? എടാ, ഞാൻ ഇത്ര ഗ്ലാസ് കഴിക്കുന്ന നിനക്കറിയോ? ഇല്ല. ഞാൻ കുടിച്ച ഗ്ലാസ് ആണേ പോട്ടെ, അപ്പോഴേ അവന്റെ ഒരു പെങ്കോ. ഇവക്കിനിയും മതിയായില്ലേ? ഞാൻ ഈ മൊബൈൽ ഇനിയും തരാം. ഗിരീഷേട്ടൻ അങ്ങേരെ ഇടിക്കോ? ഇവിടെ ഞാൻ ഇന്ന് അംബ്രോസ്. എന്തൊക്കെയുണ്ട് ഗിരീഷേ? മീശൊക്കെ പിരിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനൊന്നുമില്ല. ഇവന്റെ ഒരു കുറവുകൂടെ ഉണ്ടായിരുന്നു, പൂർത്തിയായി. ഗിരീഷേട്ടൻ തല്ലാന്ന് വാക്ക് പറഞ്ഞ് മോളെ പറ്റിച്ച മോളുവാ.
ഇത് ചേട്ടൻ ഇപ്പൊ ശരിയാക്കി തരാം. ഗിരീഷേട്ടൻ നാളെ തന്നെ തല്ലും അല്ലേ ഗിരീഷേട്ടാ? അപ്പോ ഇത് ചേട്ടൻ അങ്ങോട്ട് എടുക്കുക. എൻ്റെ നമ്പർ നോട്ട് ചെയ്തോ. മോള് പറയുന്ന ആളെ ഗിരീഷേട്ടൻ നാളെ തന്നെ തല്ലിയില്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു. 9895753665. എന്തിനാ ഇതിനാ ആരെയാന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. വേണ്ട, നാളെ തന്നെ തല്ലിയിരിക്കണം. ഓ ഇല്ലെങ്കിൽ അറിയാലോ. ഓ ഓക്കെ. അപ്പൊ നമ്മൾ തമ്മിലുള്ള കണക്ക് ഇതിൽ തീരട്ടെ. തീർന്നേക്കണം. തീരും. അംബ്രോസേ. എന്തോ സുഖേട്ടാ. അപ്പൊ എങ്ങനെയാ ഗിരീഷ് തല്ലില്ലേ? തല്ലിയിരിക്കും. പോട്ടെ മോളെ. ഇനി ഒന്നും നോക്കാനില്ല, തല്ലിക്കോ, അല്ലെങ്കിൽ സുഖന്റെ കൈകൊണ്ട് നമ്മൾ ചാവും. ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ PT സാർ എന്നൊക്കെ പറഞ്ഞ നെയ് മുട്ടി ഏതെങ്കിലും ഒരു പൊളുന്നാനൊക്കെയായിരിക്കും. ആ നീ കൂടെ ഉണ്ടാവില്ലേ? കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും, കട്ടള പോലെ പുറകിലുണ്ടാവും. എന്നോ വാ. ശരിക്കും പൂമ്പാറ്റ പറക്കോ? പറക്കോന്നോ? കണ്ടോ? പറപ്പിക്കും. ഇതിലേത് ക്രിക്കറ്റ് കളിക്കാരനാ ഇവനാ? ദേ അതാ ആ ഇരിക്കുന്നത്. എല്ലാം വളരെ പെട്ടെന്ന് തീരും. സിനിമാ സ്റ്റൈലൊന്നും ഉണ്ടാവില്ല. ശ്രദ്ധിച്ചിരുന്നോണം. അതെ, വീണ്ടും വീണ്ടും കാണണമെങ്കിൽ വല്ല ഫോണിലോ മറ്റോ റെക്കോർഡ് ചെയ്ത് വെച്ചോ. ഇതിന് ഞാൻ തികച്ചു വേണ്ട, നീ ഇവിടെ ഇരി. ശരിയാ, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടാം. അടി കഴിയുമ്പോ തന്നെ രക്ഷപ്പെടാം. ഗിരീഷേട്ടാ ഡയലോഗ് പറയാൻ മറക്കല്ലേ. അതൊക്കെ എപ്പാ പറഞ്ഞെന്ന് വെച്ചാ മതി. നല്ല മസിലുള്ള പൂമ്പാറ്റ പറക്കുന്ന കണ്ടോ? മതിയടാ. കണ്ട സ്റ്റൈല് കൊണ്ടോ അണ്ണന്റെ. എന്താടാ കണ്ട കയ്യിൽ വിടറ കമ്പി. देखते हैं, चलो. ഓ പൂമ്പാറ്റ പറന്നു. मर गया साला. മമ്മി എനിക്കൊരു ആംബുലൻസ് വേണം പ്ലീസ്. നീ തന്നെ എവിടെ കൊണ്ടുപോവാടാ മെനകെട്ടവനെ? എന്റെ അര ദിവസത്തെ കൂലി നീ കളയുമല്ലോ. അമ്മച്ചി എന്നാ വർത്തമാനായി പറയുന്നേ? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നൈൽ ആശുപത്രിയില് ഇന്ന് വീട്ടമ്മമാർ ചെന്ന 10 കിലോ അരിയും കൂടെ പയറോ പരിപ്പോ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. ആ ഗിരീഷേ എന്നോട് അമ്മച്ചിയെ കൂടെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് ഞാൻ കൊണ്ടുപോവാ. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. അല്ലാതെ അവനെ ആരെങ്കിലും തല്ലിക്കൊന്ന് ആശുപത്രിയിൽ ഇട്ടേക്കുന്നെന്ന് പറഞ്ഞാലൊന്നും ആ വഴിക്ക് ഞാൻ വരികയാണ്. എന്നെ കൊല്ലാൻ കൊണ്ടുപോകണടാ. അല്ല അമ്മച്ചി, അരി മേടിക്കാൻ സഞ്ചി എടുത്തോന്ന് ചോദിക്കാൻ വേണ്ടി നിർത്തിയതാ. അയ്യോ ഇല്ല. ഓ സാരമില്ല, ഞാൻ വല്ല പഞ്ചസാര ചാക്കോ മറ്റോ സംഘടിപ്പിച്ചോളാം. എന്നാ പോ. പഞ്ചസാര ചാക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടുമായിരിക്കും അല്ലേ? പിന്നെ ആശുപത്രിക്കാർക്ക് അതല്ലേ പണി, പഞ്ചസാര കിട്ടാൻ. ഒന്നും ഉണ്ടായില്ല അമ്മച്ചി. ഗിരീഷ്, how are you feeling now? ഇവന് തന്നെ എങ്ങോട്ടാ കൊണ്ടുപോണത്? ഗിരീഷേ, ഇതാണാടാ നിന്റെ അരിക്കച്ചവടം? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. എടാ ഗിരീഷ, നീ എന്തിനാടാ ഇവിടെ വന്ന് കിടക്കുന്നത്? ഗിരീഷിന്റെ അമ്മയാ. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. എന്തോ അടിപിടി കേസാന്ന് തോന്നുന്നു. ചേച്ചി വരുന്നതിന് മുമ്പ് ബോധം തെളിഞ്ഞ്.
ആൻ, ഇതുവരെ ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ല. ബട്ട് ഐ വോണ്ട് ടു നോ നൗ. ഇതാരാ? ഇയാൾ കടിയിട്ടുമ്പോൾ നിനക്ക് എന്തായിരുന്നു അവിടെ കാര്യം? കം ഓൺ, ടെൽ മീ. ഇതെന്റെ വാടക കൊണ്ടയാ. എന്റെ പൊന്നു ഡോക്ടറെ, വന്നവൻ ചെറിയ പിള്ളേരെ വരെ പറ്റിക്കാൻ തുടങ്ങി. ഇതിനെ വല്ല മയക്കുമരുന്നും കുത്തിവെച്ച് കാലാകാലത്തേക്കൊന്ന് മയക്കി കിടത്താൻ പറ്റുമോ? ഇവരെ കൊണ്ട് ഞാൻ തോറ്റ്. സാരമില്ല ചേച്ചി, വീട്ടിലേക്ക് ചെല്ല്. അവിടെ ചെന്നിട്ടാവും ബാക്കി. നിന്റെ കളി വന്ന് ഇച്ചിരി കൂടുന്നുണ്ട്. പറ്റില്ല, നീ ധൈര്യം ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഗിരീഷേട്ടൻ വലിയ ഗുണ്ടേന്ന് ആരാടാ നിന്നോട് പറഞ്ഞേ? ഗിരീഷേട്ടൻ തന്നെ പറഞ്ഞേ. ആളിനോട് പറഞ്ഞത് മുഴുവൻ നുണയായിരുന്നുറാ. ആള് കൊണ്ടിയൊന്നല്ല, ഓട്ടോ ഓടിക്കലായിരുന്നു പണി. ഇപ്പൊ അത് നിർത്തി. ഫുൾ ടൈം ആംബ്രസട്ടിനൊപ്പം വെറുതെ അടക്ക. സത്യം. ഇനി എന്ത് ചെയ്യാനാ? മൊബൈലിൽ പോയത് പോട്ടെ, പപ്പനെ സോപ്പിടാം. പക്ഷെ അമ്മന്ന് തന്നെ കൊല്ലും. എന്റെ വീട്ടിലെങ്ങാനും പറഞ്ഞാ തീർന്ന്. നിക്കണ നിപ്പ് കണ്ടില്ലേ ചട്ടമ്പി. PT സാർ നിന്റെ ചാട്ടം ഫൗളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫൗളായിരിക്കും. അതങ്ങ് കേട്ടാ പോരെ. അവള് വലിയ അഞ്ജു ബോബി ജോർജ് വന്നിരിക്കുന്നു. ഇനി ഇപ്പൊ അതല്ലെങ്കിൽ തന്നെ PT സാറിന് അടിക്കാൻ വേണ്ടി വാടക കൊണ്ട് ഏർപ്പാടാക്കുക. നീ ഇതൊക്കെ എവിടെന്നാ പഠിച്ചേ? മമ്മിയും ചേച്ചിയും പറഞ്ഞത് കേട്ടു. നീ ഒറ്റൊരുത്തനാ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നേ. ഞാൻ ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ തിരിച്ച് ബംഗാളിലേക്ക് പറഞ്ഞയക്കും. ഇത്രയും വർഷം ഇവിടെ നിന്നിട്ട് കേറി പൊടിയാത്ത്. അവളുടെ ഒരു ഓട്ടവും ചാട്ടവും. വല്ല ഡാൻസിനോ പാട്ടിനോ ഒക്കെ പോയി കൂടിയാ മതി ഇനി അങ്ങോട്ട്. Don't worry. Dr. Roy, call from India. It's a case of shell burns. Hello? We should give Anne more love, care, everything. 10 വയസ്സുള്ള കുട്ടി സ്വന്തം ടീച്ചറെ അടിക്കാൻ വാടക കൊണ്ട് ഏർപ്പാടാക്കി. 15 വയസ്സാവുമ്പോൾ അവൾ എന്തൊക്കെയാ ചെയ്യുന്ന ആർക്കറിയാം. Whatever. I'll never force you to come back. ഞാൻ എന്റെ മോളുടെ കാര്യം ഒറ്റയ്ക്ക് തന്നെ നോക്കിക്കോളാം. I'm consulting a lawyer. Anne. ആ കൊടുക്കാം. ദാ നിന്റെ പപ്പയോട് നീ തന്നെ പറഞ്ഞോ നിന്റെ ഗുണ്ടാ കഥയൊക്കെ. മോളെന്തിനാ വാടക കൊണ്ടേ വിളിച്ചത്? സാറ് ഫോളോ വിളിച്ചെങ്കിൽ പപ്പയോട് പറഞ്ഞാ പോരായിരുന്നോ? അതിന് പപ്പ 2 ദിവസം കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ വിളിച്ചില്ലല്ലോ. മോളെ അത് എടാ നിന്നോടാ ചോദിച്ചത്. ഓരോന്ന് ചോദിക്കുമ്പോ മുഖമേർപ്പിച്ച് നിന്നാ മതിയല്ലോ. ഇതും കൂടി നിന്റെ ഡാഡി അറിഞ്ഞാ നിന്നെ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറക്കില്ല. മോനല്ലേ മൂത്തത്. അവൾ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞ ഉടനെ അത് കേട്ട് തുള്ളാൻ ഇറങ്ങാന്നൊക്കെ പറഞ്ഞ. സോറി. എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. അത്രയും ദേഷ്യപ്പെടണ്ടായിരുന്നു. മൂക്ക് വലിയ വിഷമായിട്ടുണ്ടാവും. പോട്ടെ, പിള്ളേരല്ലേ. എന്നാലും വാടക കൊണ്ടേ വിളിച്ചത് ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണെന്ന് പറഞ്ഞപ്പോ. കുട്ടികൾ ഇക്കാലത്ത് കാര്യങ്ങൾ എങ്ങനെയാ എടുക്കുന്നെന്ന് ആർക്കറിയാം. നീ റോയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചു വരാൻ പറയേ. അവൾക്ക് അവളുടെ പപ്പയെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോ പപ്പ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ലോങ് ജമ്പിനോടുള്ള ഈ ഒബ്സഷൻ, മേ ബി പപ്പയെ ഇംപ്രസ് ചെയ്യാനുള്ള ശ്രമം. എനിക്കറിയില്ല ഷാനി, ബട്ട് ഷീ റിയലി ലൈക്സ് ദി സ്പോർട്ട്. ഇനി ആ PT ടീച്ചർ ഇവളാണ് ആളെ തല്ലാൻ വിട്ടതെന്നൊക്കെ അറിഞ്ഞാ എനിക്കറിയില്ല എന്തൊക്കെയാ ഉണ്ടാവാൻ പോകുന്നതെന്ന്. ആ സ്കൂളിലൊന്ന് പോയി അന്വേഷിക്കാന്ന് വെച്ചാൽ അതിനും പറ്റാത്ത അവസ്ഥയാ. സാരമില്ല ട്രീസ. ആ ഫോൺ അന്ന് കിട്ടിയപ്പോ തന്നെ ഞാൻ എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചതാ. റോയ്ക്കാണെങ്കിൽ മോക്ക് എന്ത് വാങ്ങിക്കൊടുക്കണം വാങ്ങിക്കൊടുക്കണ്ടെന്നൊന്നും അറിയില്ല. എനിക്ക് നിന്റെ റോയുടെയും കാര്യം ആലോചിച്ചിട്ടാണ്. എൻ്റെ റോയുടെയും കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. ബിക്കോസ് ഐ ഹാവ് ടേക്കൺ ദ ഡിസിഷൻ. ഇനി 2-3 ഒപ്പ്, കുറച്ച് ആളുകളോട് സമാധാനം പറയണം, അത്രയൊക്കെ ഉള്ളൂ.
വീട് പട്ടിണിക്കാക്കിയപ്പോ നിനക്ക് സമാധാനമായില്ലേ? അവളുടെ ഒരു കൊട്ടേഷൻ. ലതേ മോളുടെ ടിഫിൻ ബോക്സ് കൊടുത്തോ? ആ ചേച്ചി. മമ്മി. ആ വന്നോ ചട്ടമ്പി? മമ്മി, എനിക്കൊരു 2000 റുപ്പീസ് വേണം. 2000ഓ? എന്തിന്? ഞാൻ ഇന്നലെ പറയാൻ മറന്നതാ. സ്കൂളിൽ ആർട്സ് വരുവാ. ഞാൻ ഗ്രൂപ്പ് സോങ്ങിന് ഗ്രൂപ്പ് ഡാൻസിന് കൂടാൻ പോവാ. അപ്പൊ ടീച്ചർക്ക് ഫീസ് കൊടുക്കണം. ഡാൻസോ? നീ സ്പോർട്സിന്റെ ആളല്ലേ? മമ്മിയല്ലേ പറഞ്ഞത് ചാട്ടം ഓട്ടം ഒക്കെ നിർത്തി വല്ല പാട്ടിനോ ഡാൻസിനോ പോയാ മതിന്ന്. മമ്മ 2000. ഓ, മോള് പോയി നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കേ. നീയാണ് അയാളെ തല്ലാൻ ആളെ ഏർപ്പാടാക്കിയെന്ന് ആൾക്കറിയൂ? ഞാനോ? ഞാനല്ല, നമ്മൾ. പണി പാളിയാ. എന്താടാ ഗിരീഷേ, ഇന്ന് തല്ലുകൂടാനൊന്നും പോന്നില്ലേ? ഓ, ഇന്നലത്തെ എൻ്റെ വേദന ഒന്ന് മാറട്ടെ. നല്ല വേദനയുണ്ടോ? ഓ, എന്ത് നിങ്ങളെ സാറിനെ അടിച്ച് പൊടിയാക്കിയാനെ. പിന്നെ അടിക്കാൻ കഴിയുമ്പോ ഇപ്പം എൻ്റെ കോളേജിലെ സാറിന് ഓർമ്മ വന്നു. അപ്പൊ അതാ. ഏത് കോളേജിലേടാ? ഓ, പണ്ട് നിനക്ക് കരപ്പം വന്നപ്പോ കിടന്ന മെഡിക്കൽ കോളേജിലാണാ? ആണോ? ഒന്ന് പോടാ. ഇത് ഗിരീഷേട്ടൻ വെച്ചോ. 4000 റുപ്പീസ് ഉണ്ട്. ഇനി കുറച്ചു ദിവസം ജോലിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. ഓ, എടാ ഉളുപ്പില്ലാത്തവനെ, കൊച്ചിന്റെ കാശ് തിരിച്ചു കൊടുക്കടാ. എടാ തിരിച്ചു കൊടുക്കാൻ. കുഴപ്പമില്ല ആന്റി, മമ്മി പറഞ്ഞിട്ട് വന്നതാ. മമ്മി. എന്നാ ഞങ്ങള് പോട്ടെ. ഓ, ബൈ, സീ യു. പെടുക്കാനിരിക്കുമ്പോ ഇതാരാ? ഇവനോ? എന്താടാ? എടാ ആംബ്രോസേ, അൻമരിയ വന്ന് പിന്നെ കുറെ കാശ് തന്നടാ. ആണോ? പുതിയ കൊട്ടേഷൻ ആണോടാ? നീ കാശ് വാങ്ങിച്ചോ? എടാ ഇത് അതൊന്നും അല്ലടാ. നീ ആദ്യം ഇങ്ങ് പെട്ടെന്ന് വാ, രണ്ടെണ്ണം അടിക്കാം. അതിനായിരുന്നോ? നീ നേരെ ദൈവസഹായം ബാറിലോട്ട് വാ. എടാ ഒരു മിനിറ്റ്, അവിടെ ആ കൊച്ചിന്റെ അമ്മയാന്നാ തോന്നുന്നേ. ഇപ്പൊ വിളിക്കാം. ഗിരീഷ് തിരക്കിലാണോ? അല്ല മേഡം. ആൻ രാവിലെ തന്നെ എന്നോട് കള്ളത്തരം പറഞ്ഞ് കാശ് മേടിച്ചപ്പോഴേ എനിക്ക് അറിയായിരുന്നു ഗിരീഷിന് തരാനായിരിക്കുന്നു. അവളുടെ ചെറിയ സേവിങ്സ് മൊത്തം അതിലുണ്ട്. അത് സാരില്ല ഗിരീഷ്, അത് വെച്ചോളൂ. മോളുടെ ചില കാര്യങ്ങളിൽ എനിക്ക് വേണ്ട പോലെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ അവക്കൊരാവശ്യം വന്നപ്പോൾ അറിഞ്ഞോ അറിയാതെ ഗിരീഷിന് വരേണ്ടി വന്നത്. ഗിരീഷിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പൈസ തരട്ടെ? വേണ്ട മേഡം. മോള് വിളിച്ച വാടകയുണ്ടെങ്കിൽ അമ്മ പൈസ തരാന്നൊന്നും വിചാരിക്കണ്ട. എന്റെ ശ്രദ്ധക്കുറവ് കാരണം ഗിരീഷിനുണ്ടായ ബുദ്ധിമുട്ട് അതിനുള്ള കോമ്പൻസേഷൻ ആയിട്ട് കണ്ടാൽ മതി. കുഴപ്പമില്ല മേഡം. പോട്ടെ എന്നാ. ആ പിന്നെ ഒരു കാര്യം കൂടി, ഗിരീഷിന്റെ മോളെ കാണരുത്. യു മൈറ്റ് ബിക്കം എ ബാഡ് ഇൻഫ്ലുവൻസ് ഓൺ ഹർ. പ്ലീസ്. ഓ എൻ്റെ കർത്താവേ, ഇതുപോലെ ആരെങ്കിലും സാധാ കാശോ വേറെന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്നും കാശ് കൊണ്ടും തന്നാ മതിയായിരുന്നു ഇല്ലേ? ഗിരീഷ്, ബാറ് പൂട്ടാറായി. രാവിലെ വന്നില്ലേ? വെറുതെ അല്ലല്ലോ, കാശ് മേടിച്ചിട്ടല്ലേ. ഇറങ്ങി പോടാ. ഹലോ, ഉടക്കാതെ സ്ഥിരം കേൾക്കണ തന്നെ നാറികളൊക്കെ. അവൻ എന്നെ തെറി പറഞ്ഞടാ. എടാ ആംബ്രോസേ, എന്തോ നമ്മൾ ജീവിതത്തിൽ എത്ര ആൾക്കാരെ പറ്റിച്ചു കാണും? 900,000. ആ 900,000 പ്രാവശ്യം തോന്നാത്ത ഒരു കാര്യം എനിക്കിപ്പോ തോന്നി. എന്തോന്ന്? മനസാക്ഷിക്കുത്ത്. എന്നാ കുത്താ? എനിക്ക് ആ കൊച്ചിന്റെ മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കണം. എടാ
നാളെ പൂസ് ഇറങ്ങുമ്പോ ഈ മനസാക്ഷി കുത്തൊക്കെ ഇറങ്ങിപ്പോടാ, ഇരുന്ന് കള്ളുടിയടാ. ഇതങ്ങനെയൊന്നും ഇറങ്ങിപ്പോവില്ല. ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പറ്റിക്കുന്ന ഇത് ആദ്യമായിട്ടാ. അന്ന് തല്ലുകൊണ്ട് കിടന്നപ്പോൾ അവളെ ഉണ്ടായിരുന്നുള്ളൂ ആശുപത്രിയിൽ എത്തിക്കാൻ. നീ ഓട്ടോ ഓഫ് പോലും ചെയ്യാതെ ഓടി രക്ഷപ്പെട്ടില്ലേ? പറ്റിച്ചെന്ന് മനസ്സിലായിട്ടും അത് പിന്നെയും കാശ് കൊണ്ട് തന്നു. പാവം. അതിൻ്റെ അപ്പം വാങ്ങി കൊടുത്ത സമ്മാന മൊബൈല്. അതിനെ പറ്റിച്ച അത് ദൈവം പോലും പൊറുക്കില്ല. എടാ എടാ ഗിരീശേ, എടാ നില്ലടാ. എടാ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും വരുന്നതാടാ. എടാ നോട്ട് ഫോറിന്റെ പൗച്ച് വന്നാ? ഇന്നലെ വന്നു. ആ എടുത്തു ചേട്ടാ. ഈ ഫോണൊന്നും വെള്ളത്തിൽ പോയി, ഇപ്പൊ ഓണാവണില്ല. ഓണാക്കിയാ? ഇല്ല, ഓണാക്കിയില്ല. ഓണാക്കണോ? ഏയ് ഓണാക്കരുത്. എടാ വെള്ളത്തിൽ പോയ ഫോൺ ഒരിക്കലും ഓണാക്കരുത്. അത് നമ്മള് ചേട്ടാ നമ്മള് ഈ വെള്ളത്തിൽ പോയ ഫോൺ ഉണ്ടല്ലോ, നമ്മള് സക്ക് ചെയ്തതിൻ്റെ ഉള്ളിൽ വെള്ളം എടുക്കണം, എന്നാലേ പറ്റുള്ളൂ. ഇതെങ്ങനെയാ വെള്ളത്തിൽ പോയത്? ഞാനിങ്ങനെ വാഷ് ബേസിൽ കുനിഞ്ഞപ്പോഴേ പോക്കറ്റ് നേരെ ക്ലോസറ്റിൽ പോയി. പോക്കറ്റ് നേരെ ക്ലോസറ്റിൽ പോയി. എടാ നീ ആ സുഗുവിന്റെ അടുത്ത് മേടിച്ച ഫോൺ എന്താ ചെയ്തേ? സുഗുവിന്റെ അടുത്ത് മേടിച്ച ഫോൺ എന്താ ചെയ്തേന്ന്? സുഗുവിന്റെ അടുത്ത് മേടിച്ച ഫോൺ മേടിക്കാൻ വന്നേക്കണം. പറയടാ. അത് ഞാൻ വിറ്റി. അതുകൊണ്ടുണ്ടായ നഷ്ടം ഞാൻ അതുകൊണ്ട് തന്നെ തീർത്ത്. എന്തേ? ഒന്നുമില്ല, എനിക്ക് ആ ഫോണും തിരിച്ചു വേണം. നീ അതാർക്കാ വിറ്റേ? ഇപ്പൊ കിട്ടും. നല്ല ഒന്നാമതൊരു മോന അതുകൊണ്ട് വെക്കണത്, അറിയാമോ? ആര്? ബേബിയാടാവേ. എടാ ഞാനാണ് ബേബി. MA ബേബി അല്ലടാവേ, പെരുങ്കുടി ബേബി. ഇവന് ചെവിയും കേൾക്കത്തില്ല. മനപ്പൂർവ്വം ഒന്നും അല്ലടാവേ, ഞാൻ എൻ്റെ ഫോണൊന്ന് മാറ്റിയായിരുന്നു. അപ്പൊ ഈ പുതിയ ഫോണിലേക്ക് ആ നമ്പറൊക്കെ കയറ്റി കഴിഞ്ഞപ്പം ബാധിരയായി. അതുകൊണ്ടാ വിളിക്കായിരുന്നേ. എന്നതാ പുതിയ ഒരു കമ്പനി ഇല്ലയോടാ? ചക്കയോ മാങ്ങയോ? എടാ ജോഷിയെ, ഈ ഫോണിന്റെ പേരെന്നാണോ? ആപ്പിൾ. അത് തന്നെ, ആപ്പിള്. നമ്മുടെ സാബു ഇല്ലയോ, അവൻ പറഞ്ഞു പുതിയ ഫോൺ അയച്ചാൽ ആരും ഉപയോഗിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പം ചുളു വിലക്ക് ഞാനിതൊക്കെ മേടിച്ചു. കൊള്ളാം കേട്ടോ. പിന്നെ നിനക്കൊക്കെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഈ തോണ്ടുന്ന ഫോൺ ഉപയോഗിക്കുന്നില്ല എന്ന്. എന്നാ പിന്നെ ഞാനും അങ്ങ് വിചാരിച്ചു തോണ്ടിയേക്കാവന്ന്. പിന്നെ നമുക്ക് മറ്റൊരു 3.5 കോടിക്ക് അങ്ങ് ഉറപ്പിക്കാം. 1/2 കോടി പോയിട്ട് 1/2 കൂട്ടി തരികയല്ല. പറ്റുവാന്നേ വിളി, ഇല്ലേ വിടറാവേ. കൊള്ളാം കേട്ടോ ജോഷിയെ നമ്മുടെ ഫോൺ. ഇതാവുമ്പം പിടിക്കാനൊക്കെ നല്ല ഒരു ഇതാ. പിന്നെ നീ എന്ന് പോകുന്നെന്നാ പറഞ്ഞേ? 2 ആഴ്ചക്കുള്ള. 2 ആഴ്ച? നീ എന്നാത്തിനാടാവുക ഗൾഫിൽ പോകുന്നേ? ബേബിച്ച എന്നെ വളയം പിടിക്കുമ്പം ഇത് തന്നെ അല്ലയോടാ ഗൾഫ്. നിനക്കൊക്കെ ഞാൻ എന്നെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോടാവേ? അതല്ല ചായോ, അവളങ്ങ് ഗൾഫിൽ നഴ്സല്ലായോ. ഞങ്ങളെ അക്കരെ ഇക്കരെ നിൽക്കുന്ന അത്ര നല്ലതല്ലെന്ന് അമ്മച്ചി പറയുന്നത്. അമ്മച്ചി ഈ പ്രായത്തിലും അങ്ങനെയൊക്കെ പറഞ്ഞോടാവേ. എന്നാ പിന്നെ ഒരു 2 ദിവസത്തിനകം നീ അങ്ങ് ഇറങ്ങിക്കോ. 2 ആഴ്ചയൊക്കെ പോകാനുള്ളതല്ലേ. ഞാൻ വേറെ ഏതെങ്കിലും ഒരുത്തനെ വെച്ചോളാം, അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങ് ഓടിച്ചോളാം. എൻ്റെ വിധിയാന്ന് വിചാരിക്കും. അതാ പിന്നെ വന്നല്ലോ. ബേബിയാ മാത്തച്ചോ, അവധി പറയാനാന്ന് നീ വിളിക്കണ്ട കേട്ടോ. നടക്കുകയല്ല എൻ്റെ പൊന്നു മാത്തച്ചാ, നടക്കുകയല്ല. ഞാൻ എന്താ കമ്പനിയിലെത്തി, പിന്നെ വിളിക്കാം. ആഫീസിലോട്ട് പാടാവേ. ഇതൊക്കെ ഇവിടെ വെച്ചാന്നോ പറയുന്നത്? ഓ എന്നതാ ഔഷധേ? നമ്മുടെ ആനച്ചേട്ടൻ്റെ അടുത്ത് പുതിയൊരു ആന. നീ ആ പാമ്പാടി രാജൻ എന്ന് പറഞ്ഞ് കുറെ കാലം എന്നെ പറ്റിച്ചതാ കേട്ടോ. നീ ആനക്കാരും പറഞ്ഞ് എന്റെ കണ്ണുമെട്ടത്ത് വന്നു പോലും. ഇതാരാടാ കുഞ്ഞ്? എനിക്കറിയാമല്ല. നീ ഏതാടാ കുഞ്ഞേ? എന്നതാ വേണ്ടേ? ഞാൻ സാറിനൊന്ന് കാണാവുന്നതാ. സാർ? അതിനിവിടെ സാറന്മാരും ഇല്ലല്ലോ. സാറിനെ നീ എന്നെയാണോ സാറേന്ന് വിളിച്ചേ? എന്നാ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞേട്ടെ. സാറിന് പോയിട്ട് ഒരുപാട് കാര്യമുള്ളതാ. ഞാൻ സാറിന്റെ ഈ മൊബൈൽ വാങ്ങാൻ വന്നതാ. ശരിടാ, പാവപ്പെട്ടവൻ ഒരു മൊബൈൽ മേടിച്ചപ്പോ എന്താ പിറ്റേന്ന് കാലത്ത് തന്നെ അത് വാങ്ങാൻ ആള് വന്നിരിക്കുന്നു. ആട്ടെ, നീ ഇതിന് എന്നാ തരും? എന്റെ കയ്യില് കാശൊന്നുമില്ല. പിന്നെ സ്വർണ്ണമായിട്ടാ? ഞാൻ എന്തെങ്കിലും ജോലിയൊക്കെ എടുത്ത് വീട്ടിൽ കൊള്ളാം. നീ ആള് കൊള്ളാലോടാവേ. എന്നതാ പേര്?
ഗിരീഷ്. എവിടാ താമസിക്കുന്നേ? ലക്ഷം വീട് കോളനി. എവിടാ? ലക്ഷം വീട് കോളനി. ലക്ഷം വീട് കോളനിയിലാന്നോ? ആ എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. ഈ പെരുങ്കുടി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒക്കെ ഇല്ലേ? ഞാനിതൊക്കെ നിന്റെ പേർക്ക് അങ്ങ് എഴുതി തരട്ടെയോ? നീ എന്നായാലും ജോലി അതങ്ങ് വീട്ടിയാ മതി. പോയി എവിടെയെങ്കിലും പോയി വല്ല ജോലിയും ചെയ്ത് ജീവിക്കാൻ നോക്കടാവേ. എന്നിട്ടേ കൊക്കിൽ ഒതുങ്ങുന്നേ കൊത്താവൂ കേട്ടോ. ചെല്ലു പോരാവേ. കൊള്ളാവല്ലോ, എന്നാ ഡിമാൻഡാ. കുറെ നേരത്തെ വാങ്ങേണ്ടതായിരുന്നു. So how was your journey? ഓക്കെ, വരാതിരിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. പപ്പ പപ്പ Hello, my darling. Hey, Papa. Hey, how are you? I'm fine. How was your flight? Good. See, Papa has brought chocolates for you. മമ്മി, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല. ഓക്കെ, ചെല്ലു മോളെ, പപ്പ ഇവിടെ തന്നെ ഉണ്ടാവും. പ്ലീസ് മമ്മി. മോളു, you do one thing. ഇന്നിപ്പോ സ്കൂളിൽ പോ, എന്നിട്ട് ഇത് ഫ്രണ്ട്സിനെ കൊടുക്ക്. പ്ലീസ് പപ്പ, പ്ലീസ് മാ. പോവാൻ. You go. ഓക്കെ. ഞാൻ എന്താ ബാങ്കിൽ നിന്ന് ഇറങ്ങുവാ. ഒരു അരമണിക്കൂർ കൊണ്ട് അങ്ങ് എത്തും. ആ ഇവിടെ നീയല്ലയോ നേരത്തെ ഈ ഫോണും ചോദിച്ചു വന്ന? അതെ. നിന്നോടൊന്നും മലയാളം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലയോ? ബേബി ഒരു സാധനം വാങ്ങിച്ചാൽ പിന്നെ വിൽക്കത്തില്ല. അതിനിപ്പോ കാഞ്ഞിര വന്നാലും ശരി, ഓണം വന്നാലും ശരി. മനസ്സിലായോ? നിന്ന് സമയം കളയാതെ പോടാവേ. മനുഷ്യനെ മെനക്കെടുത്ത. Excuse me, what a recharge for like 100 rupees? ഇംഗ്ലീഷാ എന്നിട്ട് എടാ ഗിരീഷേ, നീ കുറെ നേരം കുറ്റി അടിച്ചോണ്ടിരിക്കണത് എന്തായി? സാബു, ഈ ഐഫോൺ 6 എന്താ വില? എന്തിനാടാ? വിൽക്കാനാണോ? മേടിക്കാനാ. മേടിക്കണ കാര്യമൊന്നും നീ പറയണ്ട. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിക്കാൻ പോയിട്ട് നമുക്ക് നല്ലോണം കിട്ടിയില്ല. ലാസ്റ്റ് നല്ല തല്ലി. എടാ ഇത് അങ്ങനല്ലടാ. നീ ഒരു ഫോൺ എനിക്ക് ഇൻസ്റ്റാൾമെന്റ് താ. എൻ്റെ ഗിരീഷ്, നിന്ന് മെനക്കെടുത്താണ്ട് പോയേ. എനിക്ക് ഇൻസ്റ്റാൾമെന്റ് വെച്ചോടൊന്നും ഇല്ല ഇവിടെ. പിന്നെ നീ ആയതുകൊണ്ട് മാക്സിമം ഒരു 5000 രൂപയുടെ ഫോൺ ഞാൻ വേണമെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് തരാം. എടാ നീ അത് ഒന്നും പറയണ്ട, ഐഫോണിന്റെ കാര്യം നടക്കൂല. ഇഷ്ടം Kumalangi. ആ കൊച്ചിനെ പറഞ്ഞോളൂ, എന്നെ വീട്ടിൽ അന്വേഷിക്കുമല്ല. 50 രൂപ റീചാർജ് ചെയ്ത് വന്നിട്ട് 50,000 രൂപ വർത്താനോ? മോളെ ഈ വളം കടിക്കുന്ന ഫോൺ എടുത്തിട്ട് പോയേ. That's rude, man. Rude. എടാ ഐഫോണിൽ നോട്ടോടണ്ടാ, ഇവിടെ CCTV ഒക്കെ ഉള്ളതാ. പപ്പയ്ക്ക് എത്ര ദിവസം ലീവ് കിട്ടും? ലീവ് നോക്കുന്നില്ല. യു നോ വാട്ട്, പപ്പേനെ ഞാൻ ഇനി എങ്ങോട്ടും വിടുന്നില്ല. വി ആർ ഗോയിങ് ടു അവർ നേറ്റീവ് നെക്സ്റ്റ് വീക്ക്. അപ്പാപ്പനെ കാണാൻ. പിന്നെ ഇപ്രാവശ്യം എന്തായാലും ഏഞ്ചലിനെ കാണാൻ പോകും. Hello? Yeah. Yeah, tell me. ആനിനോട് ഇതേപ്പറ്റി സംസാരിച്ചോ? ഇല്ല. ഓർത്തോളൂ, എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഇതേപ്പറ്റി അവളോട് സംസാരിക്കേണ്ടി വരും. കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയതിനു ശേഷം എല്ലാം വിട്ടെറിഞ്ഞ് റെഡ് ക്രോസിന്റെ റെഫ്യൂജി ക്യാമ്പ് എന്ന് പറഞ്ഞ് ജോലിക്ക് പോകേണ്ട ആവശ്യം റോയ്ക്കുണ്ടോ? ആസ് എ മ്യൂച്വൽ ഫ്രണ്ട്, ഐ എം ടെല്ലിങ് യു, ഗിവ് ഇറ്റ് എ സെക്കൻഡ് ചാൻസ്. എല്ലാം എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഐ ഷുഡൻറ്റ് ഹാവ് ഗോട്ട് മാരിഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ആൻഡ് മോറോവർ വി ഹാവ് ലോസ്റ്റ് ദാറ്റ് ബോണ്ട്. ചേച്ചി, ഇതുപോലെ ഞാനും സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പോയാൽ ആൻ്റെ കാര്യം പിന്നെ ആര് നോക്കും? ഇതിപ്പോ ഞാൻ കുട്ടിയെ നോക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടല്ലേ റോയ് ഇങ്ങനെ ചരട് പൊട്ടിയ പട്ടം പോലെ നടക്കുന്നത്. മോളെ മാത്രം സ്നേഹിക്കുന്ന ഒരു അച്ഛനെ അല്ല എനിക്ക് ആവശ്യം. ഐ നീഡ് എ ഫാമിലി. ആനിന് നിങ്ങളുടെ തീരുമാനം കൊണ്ടുണ്ടാവുന്ന നഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ നഷ്ടത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. വാട്ട് എവർ, മൈ ജോബ് ഇസ് ടു ഗെറ്റ് യു ഡിവോഴ്സ്. അഗെയിൻ യു തിങ്ക്. Bye. Papa. 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 Hey, sweetheart. How was your day? Amazing. Papa, നമുക്ക് പുറത്തു പോവാം. ആദ്യം ബോട്ടിംഗ്, പിന്നെ PVR 3D. പിന്നെ ഞാൻ നാളെ സ്കൂളിൽ പോകൂല. ഇൻസ്റ്റെഡ് നമുക്ക് ഇപ്രാവശ്യം ഏഞ്ചലിനെ കാണാൻ പോവാം. പിന്നെ മോളു പപ്പയ്ക്ക് ഇപ്പൊ തന്നെ പോണം. പപ്പയുടെ വണ്ടി വന്നു. ആൻ, Molu, wait. Please listen to me.
റോയെ ഇനി ഞാൻ ഒന്നിനും നിർബന്ധിക്കില്ല. യു ക്യാൻ ബി എ ഫ്രീ ബേർഡ്. പക്ഷെ പറ്റുമെങ്കിൽ അവളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. ഡിവോഴ്സിന് വേണ്ടി മാത്രം വിളിച്ച് വരുത്തിയതാന്ന് കരുതരുത്. എല്ലാം വളരെ പെട്ടെന്നാകുന്നതാണ് നല്ലത്. കുട്ടികളല്ലേ, വേഗം മറന്നോളൂ. നിങ്ങൾ സർക്കാരിനോട് പോയി പരാതി പറയാവേ. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർ വെള്ളം അടിക്കുന്ന ബാറുകളൊക്കെ സർക്കാർ പൂട്ടിയില്ലയോ? ബേബി ഞാൻ ഇറങ്ങുവാന്നേ. സാറടിച്ചോ? വളരെ നിന്നെ കാണാതിരുന്ന കാറ് ചുമക്കുന്നു. നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോടാ. നീ അല്ലേടാ രാവിലെ ഫോണും ചോദിച്ചോണ്ട് വന്ന അല്ലേ? നിന്നോട് ഞാൻ മലയാളത്തിലല്ലോടാ രാവിലെ പറഞ്ഞ തരത്തില്ല. അല്ല സാറേ, മിണ്ടരുത്. പോടാ. സാർ ഇവിടെ വാ. നിനക്ക് ഈ വണ്ടി ഓടിക്കാൻ അറിയോ? നീ ഇത് കരുതുന്ന പോലെ സാധാരണ വണ്ടിയല്ല. ഓടിക്കോ? ഞാൻ ഓടിക്കാം സാർ. എന്നാ ബേബി ഞാനൊന്ന് വീട്ടിൽ കൊണ്ടാക്കാം. അതിനിപ്പോൾ അധികം ചർച്ചിക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ പറയുന്ന വിലക്കാണെങ്കിൽ നാളെ ഞാൻ കാശുമായിട്ട് അങ്ങോട്ട് വരും. അതല്ല എങ്കിൽ നീ ഇങ്ങോട്ട് വിളിക്കണ്ട, വെച്ചിട്ട് പോവും. ഇതാവേ, നീ കാറൊന്നും നിർത്തിയിട്ടേ ആ ഡിക്കിയിലൊരു ഒരു ഒരു ആധാരക്കെട്ടിരിപ്പുണ്ട്, അതിങ്ങോട്ട് എടുത്തുണ്ടോ? അതിലേറ്റവും പുതിയത് കേട്ടോ. കിട്ടിയോ? ദാ. ഇത് ബേബി സാറേ, ബേബി സാർ, സാർ വീടെത്തി. വീടെത്തിന്ന്. അതെ, ബേബി സാറിൻ്റെ.
ആ എൻ്റെ ഫോൺ എവിടെ? ആ ഒന്ന് വാങ്ങിപ്പോയി. അല്ലടാ, നീ ആധാരം എടുത്തപ്പം അതിനകത്തിരുന്ന പൈസ കണ്ടില്ലേ? കണ്ടു. നിന്നെപ്പറ്റി ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ കേട്ടത്. പഴയ പണിയൊക്കെ നിർത്തി ജോലി ചെയ്ത് ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ആഹാ, നന്നാവാൻ തീരുമാനിച്ചു. അതങ്ങനെ ജീവിതത്തിൽ നന്നാവാൻ തീരുമാനിച്ച പിന്നെ നല്ലതേ വരൂ. ദാ, ഇത് വെച്ചോ. ദാ, വെച്ചോടാവേ. നന്നാവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് വേണമെങ്കിൽ എൻ്റെ ഡ്രൈവറായിട്ട് കൂടിക്കോടാവേ. ഓ, കാലത്ത് വിശ്വസിക്കാവുന്നവരെ കിട്ടാൻ പ്രയാസമാ. അപ്പം നാളെ പോലെ നീ വാ. ചെല്ല്. ശരി സാർ. അച്ഛായ, വണ്ടിക്കകത്തുള്ള കാശും ഡോക്യുമെന്റും അതൊക്കെ അവിടെ ഇരുന്നോളും. ഇത് ബേബിയുടെ വീടാ. മേരിയേ, ബേബി ഞാൻ എത്തിയടി. എന്നാൽ എന്നോട് ഇത് വേണ്ടായിരുന്നു. അതെന്താടാ? ഞാൻ എന്തിനീ പണിക്ക് പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ ഇനി എന്ത് ചെയ്യും? ഇനി ഞാനും കൂടെ എവിടെയെങ്കിലും ജോലിക്ക് പോകേണ്ടി വരുമെന്ന് എൻ്റെ പേടി. എടാ ആംബ്രോസേ, എത്ര കാലമായിടാ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണ്ടേ? എനിക്കാണ് ഇപ്പം അങ്ങനെയൊക്കെ തോന്നി തുടങ്ങി. ആ, തോന്നും. അത് നിനക്ക് തല്ല് കിട്ടിയോണ്ട് തോന്നുക. ആ വേദന അങ്ങ് പോകുമ്പോൾ ഇങ്ങനത്തെ തോന്നലങ്ങ് പോകും. പോണ്ടടാ. ഞാൻ പോയിട്ട് വരാളിയാ. രക്ഷപ്പെടില്ലടാ നീ പണിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ. ഇന്ന് പപ്പയുടെ കൂടെ ഏതോ മലയിലേക്കൊക്കെ പോകുന്നു പറഞ്ഞിട്ട് പോയില്ല. അത് പപ്പ നെക്സ്റ്റ് വീക്ക്. Did you see that? Yeah, you have to support with your left hand, okay? Like this. Okay, Ria. മോളെ വാ. പപ്പ, എന്റെ പപ്പ വന്നു. Yeah, like that. Go. പപ്പ. Ow, Papa. Bye, Anne. നിനക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടോടാവേ? കൊണ്ടുപോയിച്ചാ. നിന്റെ ഈ ഫോണില്ലെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫോൺ ഇരിപ്പുണ്ട് അവിടെ. അത് ഈ തോണ്ടുന്നതല്ല, ഞെക്കുന്നതാ. നിനക്ക് വേണോ? ബേബിച്ചാ എനിക്ക് ഫോൺ തരുവാണെങ്കിൽ ഐഫോൺ തന്നാൽ മതി. അതെന്നടാവേ, നിനക്ക് എപ്പോഴും ഈ ഫോണിൽ തന്നെ ഒരു കണ്ണ്? അത് ബേബിച്ചാൻ്റെ കയ്യിലിരിക്കേണ്ട ഫോണല്ല. പിന്നെ ആരുടെ കയ്യിരിക്കേണ്ട ഫോണാ? അതൊരു വലിയ കഥയെ ബേബിച്ചായ. എന്നെ ബേബിച്ചാൻ്റെ അടുത്ത് എത്തിച്ച കഥ. ആ, കഥയല്ലേടാവേ, നീ പറഞ്ഞോ, ഞാൻ കേട്ടോണ്ടിരിക്കാം. വാടക ഗുണ്ട. എടാ, വാടക ഗുണ്ടെന്ന് എഴുതാനുള്ള വിദ്യാഭ്യാസം ഉണ്ടോടാ നിനക്കൊക്കെ? ചുമ്മാ തള്ളിക്കറി അങ്ങ് ചെന്നേക്കുവാ. നിന്നോടല്ല, എനിക്ക് മറ്റവനോടാ ചോദിക്കണ്ടത്. ആരെ? ആ 4 അടി പൊക്കമുള്ളവനില്ലേ, ആ ധർമ്മക്കാരൻ. ബേബി സാറാണല്ലോ. ഹലോ ബേബി സാറേ. കഴിവേറാത്ത മോനെ, കണ്ടവരൊക്കെ കട്ടത് പൊട്ടിച്ചോടാ നീ എനിക്ക് വെക്കുന്നേ. അത് പിന്നെ നീ മിണ്ടണ്ടടാ. നീ എന്റെ കൈ കിട്ടടാ, കാണിച്ചു തരാം. നിന്നെ 4 അടി വെട്ടി കുറച്ച് 2 അടി ആക്കി തരടാ. വെക്കടാ ഫോൺ. അല്ല ബേബി. വാടക ഗുണ്ട. ഒരു കോഴിയെ കൊല്ലാൻ പോലും ധൈര്യമില്ലാത്ത നീയൊക്കെ എങ്ങനെയാടാ പോയി വാടക ഗുണ്ടാകുന്നത്? എടാ, ആ കൊച്ചു നിന്നോട് കാണിച്ച ആത്മാർത്ഥ പോലും നിനക്കില്ലല്ലോടാവൂ. ഒന്നുമില്ലെങ്കിൽ അവള് നിന്നെ കെട്ടി വലിച്ച് ആശുപത്രി കൊണ്ടുപോയില്ലയോ? എന്നാ എന്തിനാ നിന്നെ കൊണ്ട് ആ കൊച്ചാ സാറിനെ തല്ലിക്കുന്നത് നീ ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ? ശരിയാ, ഞാനത് ചോദിക്കാൻ മറന്നു. ആ, അത് ചോദിക്കണം. അതിനകത്ത് ആൾതാമസം വേണം കേട്ടോ. ഒരു ചാക്കും കൂട്ടി എടുത്തോണ്ട് പോടാ. ഇതാ ഇവിടത്തെ പണി. കുറച്ച് അധ്വാനമുള്ള പണിയാ. ഐശ്വര്യമായിട്ട് അവന്റെ തലയിലോട്ട് വെച്ചു കൊടുക്കും. അങ്ങോട്ട് വെക്കടാ. മോളിപ്പോ എന്താ ഓടുകയും ചാടുകയൊന്നും ചെയ്യാത്തെ? മമ്മി വഴക്ക് പറയുന്നോണ്ടാണോ? ആണോ? ഞാനിനി സ്കൂളിൽ ലോങ് ജമ്പ് മത്സരിക്കാനില്ല. ഡേവിഡ് സാർ ഉള്ളപ്പോൾ ചാടാൻ എനിക്ക് പേടിയാ. മോൾ എന്തിനാ പേടിക്കുന്നേ? ഇപ്രാവശ്യം സ്പോർട്സ് കാണാൻ മമ്മിയും വരാം. ഡേവിഡ് സാർ ഫൗള് വിളിച്ചാ ഞാൻ ചോദിച്ചോളാം കേട്ടോ.
എന്നെ ഏഞ്ചലിൻ്റെ അടുത്ത് കൊണ്ടുപോവാൻ. പപ്പ ഇനി വരുവോ? പപ്പ എന്തായാലും വരും. മോളുടെ പപ്പ എന്നും മോളുടെ പപ്പയല്ലേ. ഇനിയിപ്പൊ പപ്പ വന്നില്ലെങ്കിലും കക്കാടമലയും ഏഞ്ചലും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. മമ്മി മോളെ കൊണ്ടുപോവാ ഒരു ദിവസം. മോൾ ഉറങ്ങിക്കോട്ടോ. എന്താണാവോ സാറ് നേരത്തെ ഇങ്ങ് പോന്നേ? പണി കഴിഞ്ഞ് നേരത്തെ അങ്ങ് പോന്നു. അതെന്താ പണി കഴിഞ്ഞ് നീ നേരത്തെ ഇങ്ങോട്ട് പോന്നത്? സാധാരണ പണി കഴിഞ്ഞ് നീ നേരെ ആശുപത്രിയിലോട്ടല്ലയോ പോണത്? ഞാൻ പെരുങ്കുടി ബേബി എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് ഡ്രൈവറായിട്ട് ജോലിക്ക് കയറി. ഓ അയ്യോ, എന്താ അമ്മയ്ക്ക് വയ്യേ? ആ നിന്റെ തലവെട്ടം കണ്ടപ്പോഴേ എനിക്ക് വയ്യാണ്ടായതാ. അമ്മ ഇനി ജോലിക്ക് പോണ്ട. എടാ പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞാ? പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട, ഞാൻ നോക്കിക്കോളാം. ഗിരീശൻ എന്ന സാറിന്റെയും തല്ലുകൊണ്ട ദോഷം. ഞാൻ ഇറങ്ങി ഓടിയപ്പോ നീ എന്റെ പുറകെ ഓടിയില്ലേ? അന്ന് ഞാൻ മനസ്സിലാക്കി നീ എനിക്ക് പറ്റിയ ആളാണ്. മേലനങ്ങാതെ എങ്ങനെ പണിയെടുക്കണമെന്ന് ഈ ആംബ്രോസ് അച്ചായൻ നിനക്ക് പഠിപ്പിച്ചു തരും. നമുക്കൊരു ഹലോ വേവിച്ചേ? ഇല്ല, വിളിച്ചില്ല. അതെ ഞാൻ വരുവാ. ആപ്പീസർ രാവിലെ ആപ്പീസിലോട്ട് പോവായിരിക്കും. നീ എങ്ങോട്ടാടാ രാവിലെ? നീ പണിക്ക് പോവാൻ തുടങ്ങിയെന്നും പറഞ്ഞു എനിക്ക് പണിയെടുക്കാതെ ജീവിക്കാതിരിക്കാൻ പറ്റുമോ? നീ പോയാലും ഈ ആംബ്രോസ് അന്തസ്സായി ആളെ പറ്റിച്ച് ജീവിക്കും. നീ ഇല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് വേറൊന്ന്. നീ ചെവിയെ നുള്ളിക്കൂടെ കാല് വരി. ശരത്താ എന്താണ് മീശ? ചേട്ടാ 140 കുറഞ്ഞ പൈന്റ് 3 പിന്നെ ആഘോഷം 1 ലിറ്റർ, ലൂസിഫർ 1 ഫുള്ള്, മെൻഷൻ ബംഗ്ലാവ് 1 ലിറ്റർ, പിന്നെ 4 പൊന്മാമ്പിയർ. ബാലൻസ് കൊടുത്തോ? ഇത്രയും പെട്ടെന്ന് റെഡിയാ. താങ്ക് യു താങ്ക് യു. ചേട്ടാ മാറി മാറി ഒരു പൈനെടുത്ത് ഒരു ഫുള്ളൊന്നും ഇല്ലാണ്ട് 3 ക്വാർട്ടർ തരാം. ഒരു 2 10 രൂപ പിടിച്ചോ. നീ ബാക്കി കഴിച്ചോ. കണ്ടോടാ, ഉച്ചവരെ ആയപ്പോഴത്തേക്കും ചുമ്മാ ക്യൂ നിന്ന് സാധനം മേടിച്ചുണ്ടാക്കിയ കാശായത്. എന്റെ ദൈവമേ, ബാറുകൾ പൊടിച്ചെന്ന് അങ്ങേക്ക് സ്തുതി. ചേട്ടാ ഇപ്പൊ നിന്നപ്പോ 2 ലിറ്റർ അങ്ങനെ പറ്റുള്ളൂ. കൗണ്ടർ എത്തുന്നതിന് മുമ്പ് 1/2 ലിറ്ററിനുള്ള കാശായിട്ട് ആംബ്രോസേട്ട് വരുന്നത് ഞാൻ വിചാരിച്ചു. ഇതൊന്നും അല്ല, വൈകിട്ട് 4 മണിയൊന്നും ആയിക്കോട്ടെ, ചാകരയായിരിക്കും ചാകര. നീ ആ മീശയൊക്കെ ശരി കൊട്ടിച്ചു വെച്ച് ഞങ്ങൾ ഒട്ടിച്ച് തന്നാ മതിയുടെ ആംബ്രോസേ. നീ എന്റെ ശിഷ്യൻ തന്നെ. അച്ചായോ, കാലത്ത് തൊടുപുഴ, വൈകിട്ട് കോട്ടയത്തെ മറ്റേ എസ്റ്റേഡിയിൽ. ഞാൻ ഒരു 6 മണിയാകുമ്പോൾ എത്താൻ രാവിലെ. ശരി, ഓക്കെ. ഡാവേ ആ ഇങ്ങി വാ. ഇന്നേ വരെ ബേബി ഒരാൾക്ക് ഒരു സാധനവും വെറുതെ കൊടുത്തിട്ടില്ല. അറിയാം. അതിൻ്റെ ഒരു കൊളുത്തി വലിയ നെഞ്ചതിനകത്തുണ്ടെന്ന് കൂട്ടിക്കോ. എന്നാലും സാരമില്ല ഡാവി. ദാ ഈ ഫോൺ ആ കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയല്ലയോ നീ നന്നാവാൻ തീരുമാനിച്ചേ? കൊടുത്തേക്ക്. എന്നാ കൊണ്ടുപോയി കൊടുക്കടാവേ. ചെല്ലേ. നാളെ മുതൽ നീ പണിക്ക് വരുവടാവേ. അല്ല നിന്റെ കാര്യം കഴിഞ്ഞല്ലോ. വരും ബേബിച്ചാ. ഇതിന്റെ കാശ് ഞാൻ പണിയെടുത്ത് വീട്ടുകയും ചെയ്യും. നോക്കിക്കോ. എന്നാ ഞാൻ നിനക്കൊരു 100 രൂപ കുറച്ച്. Write it down. Camel is known as the ship of the desert. Camel is known as the ship of the desert. It is the major mode of transportation in desert, especially in South India. And listen here. Okay, let's continue.
common language is Arabic. Spider-Man, Spider-Man. Riyadh is the capital of Saudi Arabia. Smile. The other major cities are Jeddah, Dammam, Jeddah. Smile. Okay, kids. That's all for today. Hope you have written it carefully. You'll be having a test next week. Tata. Arya, when is our next class? Ma'am, tomorrow 3rd hour. Tomorrow 3rd hour? കുറുമ്പത്തി ചുന്ദരി നീ ചൂളമിടാൻ പോര് പകലിലെ പൊൻവെയിലെ താളമിടാൻ കൂടെ കുന്നുമണി കണ്ണിണയിൽ കൗതുകത്തിൻ കൂട് മനസ്സിൽ വന്നിരുന്നിനി പൂങ്കുയിലെ പാട് എന്നലിട്ടൊരുയലാടി മഞ്ഞു തുള്ളികൾ കാത്തിരുന്ന കൂട്ടുമായി ചാരയാരിതാ കൊമ്പനാന മേലയോമൽ കുഞ്ഞു തുമ്പിയായി അങ്ങു ദൂരെയുള്ള കുന്നിലൊന്നു പോയി വരാം കുറുമ്പത്തി ചുന്ദരി നീ ചൂളമിടാൻ പോര് പകലിലെ പൊൻവെയിലെ താളമിടാം കൂടെ കുന്നുമണി കണ്ണിണയിൽ കൗതുകത്തിൻ കൂട് മനസ്സിൽ വന്നിരുന്നിനി പൂങ്കുയിലെ പാട് കൊമ്പത്തെ പൂന്തിങ്കൾ പൂമ്പാറ്റേ തൂവരോലുമീ കുഞ്ഞു നെറ്റിമേൽ ചന്ദനത്തണുപ്പ് പോലെ ഉമ്മ വെച്ചിടാം ഈ മൂടൽ മഞ്ഞിൻ്റെ പാൽ പൊയ്കത്തീരത്തായി പിഞ്ചു പൈകിളി നിന്നെ നെഞ്ചിലേ പാട്ടുകൊണ്ട് തൊട്ടിലിട്ട് തൊട്ടുറക്കിടാം മധുരിക്കും മുന്തിരിതൻ കൊമ്പിളുകൾ ചിങ്കതളി പൂങ്കുലകൾ ചന്തമിഴും കൺമണിക്കിനി തന്നെ പോകുവാൻ ഇളം മുല്ലകളിൽ മേയുരുമി ചെല്ലമണി ചാമരമറ്റില്ലരുവി ചിന്തുകളായി കാറ്റും പോനിതാ കുറുമ്പത്തി ചുന്ദരി നീ ചൂളമിടാൻ പോര് പകലിലെ പൊൻവെയിലെ താളമിടാം കൂടെ കുന്നുമണി കണ്ണിണയിൽ കൗതുകത്തിൻ കൂട് മനസ്സിൽ വന്നിരുന്നിനി പൂങ്കുയിലെ പാട് എന്നലിട്ടൊരുയലാടി മഞ്ഞു തുള്ളികൾ കാത്തിരുന്ന കൂട്ടുമായി ചാരയാരിതാ കൊമ്പനാന മേലയോമൽ കുഞ്ഞു തുമ്പിയായി അങ്ങു ദൂരെയുള്ള കുന്നിലൊന്നു പോയി വരാം ചേച്ചി വിഷമിക്കണ്ട, ഞാൻ ശരിക്കും അന്വേഷിച്ചു ചേച്ചി. അനിയനൊക്കെ ആളറിയാം. ഗിരീഷ് അത്ര ദുഷ്ടനൊന്നല്ല, ഇത്തിരി തരികിടയാണെന്ന് മാത്രമാവും പറഞ്ഞേ. ദുഷ്ടനൊന്നും അല്ലായിരിക്കും, പക്ഷെ അവന്റെ വീട്ടിൽ പോയി കിടന്ന പെണ്ണിന്റെ തീറ്റയും കുടിയൊക്കെ. ഞാൻ ആ അമ്മയെ കാണാൻ പോയിരുന്നു. പുള്ളിക്കാരി ഒരു പാവാട്ടോ. ആ പിന്നെ സനാതണ്ടല്ല എവിടെ പോയാലും. ശരിയാ, ഞാനുണ്ടല്ലോ. നീ മിണ്ടി പോരുത്. നീ ഒറ്റ ഒരുത്തിന് അവക്ക് വളം വെച്ചു കൊടുത്ത് ഈ അവസ്ഥയിലാക്കിയത്. എന്തായാലും മോളിപ്പം നല്ല ഹാപ്പിയാ. So that's all for today. We'll continue detail in the next class. Attention students, an important announcement. സ്കൂൾ ആനുവൽ സ്പോർട്സ് മീറ്റ് അടുത്ത തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി നടത്തപ്പെടുന്നതാണ്. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ക്ലാസ് ടീച്ചറുടെ കൈവശം പേരുകൾ നൽകേണ്ടതാണ്. താങ്ക് യു. Okay, annual sportsന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ ഇവിടെ നിൽക്കുക. Others can leave. Ma'am, I am interested. Okay, come. And ऐसे नहीं यार, देखो वो देख उधर देख मछली. അപ്പൊ അതാണ് കാര്യം.
PT സാറാണ് പ്രശ്നം. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ലോങ് ജമ്പിന് മെഡൽ കിട്ടണമെന്ന്. അവള് പേര് കൊടുത്തിട്ടില്ല. അവളുടെ പേര് ഞാൻ കൊടുത്തോളാം. ബട്ട് ആൻ വന്ന് ചാടണം. मछली ये खींचेगा ऐसा. ആൻമരിയ മാഡം, ഓ ബുലാരെ, നമുക്ക് ലോങ് ജമ്പിന് സമ്മാനം മേടിക്കണ്ടേ? അതിന് പേര് കൊടുക്കണ്ടേ? ഇല്ല, എനിക്ക് കിട്ടൂല. ഡേവിഡ് സർ ഫൗൾ വിളിക്കും. ഏഞ്ചലിന്റെ ബ്ലസ്സിംഗ് കിട്ടിയ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. കക്കാടമല അത്ര ദൂരമൊന്നല്ലല്ലോ. ഞാൻ കൊണ്ടുപോവാ. ലോങ് ജമ്പിന് 1ാം സ്ഥാനം വേണമെന്ന്. അതും അവളുടെ അപ്പം മേടിച്ച പോലെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ. എനിക്കാണ് ആ PT സാറിനെ കാണുമ്പോൾ തന്നെ ഓടാൻ തോന്നും. എൻ്റെ കഷ്ടകാലത്തിന് ഞാനത് കയറി ഏൽക്കുകയും ചെയ്തു. ഈ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹീറോ അവരുടെ അപ്പനാ. അപ്പൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ ഏത് കൊച്ചുങ്ങളും ആഗ്രഹിക്കൂടാവേ. അതിന് അതുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ എൻ്റെ മൂത്ത മോൻ സണ്ണിയെ കണ്ടിട്ടില്ലയോ? അവൻ്റെ മൂത്തൊരു മോളുണ്ടായിരുന്നു എനിക്ക്, സെലീന. അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ദിവസം വീട്ടിൽ വന്നേച്ചും പറഞ്ഞു, സ്കൂളിലെ കലോത്സവത്തിന് ഒപ്പനയ്ക്ക് മണവാട്ടിയാവാൻ അവളെയാ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന്. ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കൊച്ചിനെ കാണാൻ നല്ല ചേലായിരുന്നേ. അവളുടെ തള്ളയെ പോലെയാ. അപ്പം ഈ മണവാട്ടിയുടെ ഉടുപ്പിനും ചിലവിനും ഒക്കെ ആയിട്ട് ഒരു 200-300 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ എടുത്ത വായല പറഞ്ഞു, കാശ് ചിലവില്ലാത്ത മണവാട്ടി ആവുന്നേ ആയാൽ മതിയെന്ന് പറഞ്ഞു. കൊച്ചു വാശി പിടിച്ച് കുറേ കരഞ്ഞു. അവളെ തള്ളയാവുന്നത് പറഞ്ഞു. ആ കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, നിങ്ങൾക്കൊരു 300 രൂപ കൊടുത്തൂടെയെന്ന്. ഞാൻ അന്നേ അർക്കീസാ. ഞാൻ കേട്ടില്ല. അവസാനം കലോത്സവത്തിൻ്റെ അന്ന് അവൾ കെറിവിച്ച് സ്കൂളിൽ പോയില്ല. അവരെല്ലാവരും കൂടെ അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പോകുന്ന പോക്കിൽ ആ ഓട്ടോയിൽ ഒരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചു. ഒരു ദിവസം ബോധമില്ലാതെ എൻ്റെ കൊച്ചു ICU കിടന്നു. ഞാൻ ചങ്കും തല്ലി ഓടിച്ചെന്നു. എപ്പോഴോ ഓർമ്മ വന്നപ്പോൾ എൻ്റെ കൊച്ചെൻ്റെ കയ്യെ പിടിച്ച ചോദിക്കുക, പാപ്പ അന്ന് രൂപ തന്നിരുതേ, എനിക്കിത് വല്ലതും വരുമായിരുന്നു. അത് പറഞ്ഞിട്ട് പിറ്റേന്ന് എൻ്റെ കൊച്ചു പോയടാവ്. അന്നുപോലെ ഞാൻ ഈ മുസ്ലിം കല്യാണങ്ങൾക്കൊന്നും വിളിച്ചാൽ പോവുകയല്ല. കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ വിളിച്ചാലും ഞാൻ എന്നായാലും പറഞ്ഞങ്ങ് ഒഴിവാവും. എനിക്ക് മണവാട്ടികളെ കണ്ടു നിൽക്കാൻ വലിയ പ്രയാസമാണ്. എൻ്റെ കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചതല്ലേടാവേ ആ വേഷത്തിൽ ഒന്നിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായ പിന്നെ ഈ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലേടാവേ. അതുകൊണ്ട് ഈ കൊച്ചു പറയുന്നത് എന്നാന്ന് വെച്ചാൽ, നിന്നെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുക്കും. അത് മെഡലാന്നേ മെഡൽ, മാലാക എന്നേ മാലാക. പിന്നെ ഇപ്പം ആ കൊച്ചിന് ചാടാൻ പേടിയാന്നല്ലേ നീ പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പേടിയുള്ള കാര്യങ്ങൾ വേണം കൂടുതൽ ചെയ്യാൻ. എന്നാലേ ഒരു ധൈര്യം ഉണ്ടാവും. നീ പറ കൊച്ചിനോട്. മലമണ്ടയിൽ മാലാക ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിട്ട് മാലാക വന്നില്ലെങ്കിലോ? ഇതാണോ ഇപ്പം എത്ര വലിയ കാര്യം? ഈ കൊച്ചിനെ വരെ മാലാകയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നീ ആരെങ്കിലും കാണിച്ച് ഇതാണ് മാലാക എന്ന് പറഞ്ഞ് ആ കൊച്ചിനെ കൊണ്ട് ഒന്ന് കൺവിൻസ് ചെയ്യിക്കാനാണോ അവിടെ പ്രയാസം? എന്നാ പിന്നെ നമുക്ക് കൊച്ചിനെ കൺവിൻസ് ചെയ്ത് കളയാം. ചേട്ടാ എങ്ങനെയാന്ന് പറ. നീ ഒരു 2000 രൂപ ചെലവാക്കി കഴിഞ്ഞാൽ വെറും ഏഞ്ചലല്ല, നല്ല മാലാഖയെ പോലെ ഏഞ്ചല് അവിടെ വരും. 2000 രൂപയൊക്കെ തരാം. ആര് വരുന്നാ പറഞ്ഞേ? ഞാൻ വരും. ഈ ഏഞ്ചല് വരും. ഒരു മാതിരി ചേപ്പത്തരം പറയട്ടോ നാടുകാണി. നീ വെളിച്ചപ്പാടല്ലോ? നീ ഒരു മാതിരി ചേപ്പത്തരം പറയല്ലേട്ടാ. എടാ ഞാൻ വർഷങ്ങളായിട്ട് ഈ വെളിച്ചപ്പാടായിട്ട് ഇവിടെ കൺവെൻഷൻ കണ്ടിരിക്കല്ലേ. എന്താ നീ കൺവെൻഷൻ അല്ലേ? ഈ നാട്ടുകാർ കൺവെൻഷൻ അല്ലേ? പിന്നെയാണാടാ ഒരു ചെറിയ കൊച്ചി നല്ല പുഷ്പം പോലെ കൺവെൻഷൻ നോക്കാം. എന്താ പോരെ? എടാ അത് ഗിരീഷ, നീ ചെല്ലു ഗിരീഷ. മലമുകളിൽ ഏഞ്ചല് വന്നിരിക്കും. എന്താ ഗിരീഷ്, വന്ന കാര്യം പറയൂ. എന്താ അവിനാശ്? പറ.
അത് പിന്നെ ആൻമരിയൻ ഏഞ്ചലിനെ കാണിക്കാൻ കക്കാടമലയിലോട്ട് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കാൻ വന്നതാ. നിങ്ങൾ കൊച്ചിനെയും കൊണ്ട് കറങ്ങി നടക്കുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. കണ്ടല്ലേ. പോവണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോവാണ്ടിരിക്കോ? ഞാനും കൂടെ പോകാം. എന്തെങ്കിലുമൊക്കെ ചെയ്, പൊക്കോ. ഇത് തന്നെയല്ലേ നിന്റെ പപ്പ പറഞ്ഞ സ്ഥലം? എന്നാ പ്രാർത്ഥിച്ചോ. നാട് കാണി തക്ക സമയത്ത് വരണേ. Hey God, please send your angel. Angel, please bless me. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഏഞ്ചലായിരിക്കും. വാ. ഇതാരപ്പാ? ഏഞ്ചൽ അല്ലേ? ഏഞ്ചലോ? അല്ല. Angela, why don't you make a wish? ബുദ്ധിമുട്ടാ, പക്ഷെ നമുക്ക് നോക്കാം. Don't be sad. എനിക്കൊരു സീക്രട്ട് ഹാൻഡ് ഷേക്ക് തന്നെ. This? That finger. Okay. And snap. നമുക്ക് നോക്കാം കേട്ടോ. താനേതാ? അല്ല, ഞാനാണല്ലോ മൊത്തത്തില് ഇതൊക്കെ. മൊത്തത്തിലോ? എന്ത് മൊത്തത്തില്? അല്ല, മൊത്തത്തില് ഇവിടം വരെ. ഇവിടെ മൊത്തം മഞ്ഞ് വന്ന് മൂടുന്നതിന് മുമ്പ് പിള്ളേരും കൊണ്ട് വീട്ടിൽ പോകാൻ നോക്ക്. ഓ, എന്തൊക്കോ മൊത്തത്തിലൊരു കള്ള ലക്ഷണമാണല്ലോ. സമയത്ത് പിള്ളേരും കൊണ്ട് മലമൂലി. ഇയാളെന്തിനാ എന്നോട് ചൂടാവുന്ന? തനക്ക് അത് ഏഞ്ചലാ. ഓ, ഏഞ്ചൽ നെയ്യേ അല്ലേ? ഞങ്ങളുടെ നാട്ടിലെ ഏഞ്ചലൊക്കെ ഇങ്ങനെയാടാ തെണ്ടി. ഇവനിപ്പോ എവിടെ? ഇനിയിപ്പോ നാട് കാണി കൊക്കയിലെങ്ങാനും വേണ്ടി ചത്തോ? എന്നാലും ഈ വെളിച്ചപ്പാട് എവിടെ പോയി? വെറുതെ അല്ല മാലാകമാര് ഭൂമിയിലേക്ക് ഇറങ്ങി വരാത്തത്. എന്തൊരു വെയിറ്റ് ആണ് ഇതിന്. എടാ കൊച്ചോടാ, കൺവെൻഷൻ വാ പോ. നീ ഇത് എവിടെ ഇരുന്നടാ ഇത്? എടാ നീ വിചാരിക്കണ പോലെയല്ലെന്ന്. പണ്ടത്തെ കൂട്ട് മാലഹരുടെ ഡ്രസ്സ് കിട്ടാനില്ല. പിന്നെ നമ്മുടെ ജോസേട്ടൻ പോലുള്ള ആദ്യ കുർബാനുണ്ടല്ലേ, ആ ഡ്രസ്സ് അഴയ മാലിക്കിട്ടുണ്ടെന്ന് അവിടെ നിർത്തണം പോന്നാണ്. ആ കൊച്ചാണെങ്കിൽ വാഗിരി പൊളിക്കാണ്. വാ കൺവെൻഷൻ വാ പോവാ. പോണ്ടേ? നീ എന്തായാലും വരാത്ത നന്നായി. എന്റെ ഒരു ചിറകും കോലും. എടാ ഗിരീഷ്, എനിക്ക് അമ്പലത്തിൽ പോണ്ടാണ്. എടാ അവിടെ നിന്നടാ, നീ തന്ന പൈസ തികഞ്ഞിട്ടില്ലട്ടാ. ഈ ചിറകിന് 2 കൂടി 500 രൂപ വെച്ച് വേറെ വേണം. കേരളം തന്നെയാടാ ഗോഡ്സ് ഓൺ കൺട്രി. നിന്റെ സ്കൂൾ മൊത്തം ചാകരയാണല്ലോടാ. പിള്ളേരായാലും ശരി, ടീച്ചേഴ്സ് ആയാലും ശരി. ഇവന്റെയൊക്കെ ഒരു ടൈമേ. ചുമ്മാ അതല്ല, ബാംഗ്ലൂരിൽ കെട്ടുപൊട്ടിച്ചിങ് വന്നേ. വല്ലതും നടക്കുന്നുണ്ടോടാ? പിന്നെ ചെറിയ ചെറിയ പരൽമീനൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പെമ്പിള്ളേർക്ക് ബാംഗ്ലൂരിലെ പെമ്പിള്ളേരുടെ അത്രയും ധൈര്യം പോരാ.
അപ്പൊ നാളത്തെ ചാട്ടത്തിന് ഫസ്റ്റ് ഉറപ്പാ. ഇനി പി ടി സാറിനോട് വാശിയും വൈരാഗ്യമൊന്നും വേണ്ട കേട്ടോ. അല്ലെങ്കിലും സാറന്മാരോട് ദേഷ്യവും വൈരാഗ്യമൊക്കെ മനസ്സിൽ കൊണ്ടുനടക്കുന്നത് അത്ര നല്ലതല്ല. ഒരു കുരുത്തുണ്ടാവില്ല, ഏഞ്ചലിന് പോലും ഇഷ്ടാവില്ല. 2 കുമ്മട്ടിക്ക ജ്യൂസ് അവിടെ വേണ്ടേ? നല്ല ആളുടെ അടുത്താ. എന്നാ പിടിച്ചോ. What the heck? എന്താ മച്ചാ? She's gonna pay for this. Where's my mobile? എന്താ വിട്. എന്താടാ? എന്താ മാം? മതി, ഇത്ര മതി. അവരെത്തിയില്ല ചേച്ചി. അപ്പൊ ഒന്നും പേടിക്കണ്ട, നാളെ നമുക്ക് തന്നെ ഫസ്റ്റ്. ഓക്കെ ഓക്കെ. ഓക്കെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് സീ യു ടുമോറോ. താങ്ക് യു. ഗുഡ് ബൈ. ബൈ. Pick up please. Pick up. Just hold a second. ഹലോ. ഹലോ പപ്പ. മോളു. പപ്പ, you know what? ഞങ്ങൾ കക്കാടമലയിൽ പോയി. ഗിരീഷേട്ടൻ കൊണ്ടുപോയി. പപ്പ പറഞ്ഞ പോലെ ഏഞ്ചൽ വന്നു. എന്നെ ബ്ലെസ്സും ചെയ്തു. And I'm going to win tomorrow. ഏഞ്ചൽ. Thank you പപ്പ. ലതേ, ആ ചേച്ചി. അവളെ ഏഞ്ചലിനെ കണ്ടെന്ന് പറഞ്ഞ് പാട്ടൊക്കെ പാടുന്നുണ്ട്. I got the eye of an angel, fire dashing through the sky, and I am with angel. You gotta hear me roar. Oh, 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 oh. All the best and best of luck. And who is this? ആരാടിത്? ഇയാളെന്തിനാ എന്നെ തല്ലാൻ വന്നത്? Don't you just weep? Tell me who is this? Come on. Okay, നീ പറയണ്ട. വേഗം പോയി ബാഗ് എടുത്ത് റെഡി ആയിട്ടിരുന്നു. You're finished in the school and I'll see that through. Just number 155. Hey! ഞാൻ നിങ്ങളുടെ മുറിയിൽ വെയിറ്റ് ചെയ്തിരിക്കാൻ വന്നതല്ല. I want an answer now. Calm down, Teresa. I've sent for him. May I come in? Yes, come in. You sent for me? Come on, tell me, David. What happened with Anne Miriam? Nothing happened. I just asked her a few things. I know how exactly you asked a few things. ഇങ്ങനെയാണോ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ ട്രീറ്റ് ചെയ്യുന്നത്? Come on. Cool. Okay. All right. I'll show you something. Okay, then tell me. Who is this? ഇയാളും നിങ്ങളുടെ മകളും തമ്മിൽ എന്താണ് ബന്ധം? Or is this your somebody? Tell me. തനിക്കിതാരാണെന്ന് അറിയണോ അല്ലേ? ഇതെന്റെ മകൾ നിന്നെ അടിക്കാൻ ഏൽപ്പിച്ച വാടക ഗുണ്ടയാ. And you know what? She was right. നിന്നെ പോലുള്ളവന്മാരെ വാടക ഗുണ്ടകളെ കൊണ്ട് തന്നെ തല്ലിക്കണം. എന്റെ മോൾക്ക് വല്ലതും സംഭവിച്ചാ
ആൻ ആൻ ഡേവിഡ് സർ ചാടാൻ സമ്മതിച്ചില്ല. ഞാൻ തല കറങ്ങി വീണു. എന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാൻ പോവാ. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ചേട്ടൻ അറിയോ, എന്റെ പപ്പയും മാമയും ഡിവോഴ്സ് ആണ്. പപ്പ ഇനി ചിലപ്പോ ഒരിക്കലും എന്നെ കാണാൻ വരില്ല. മമ്മിക്ക് വിഷമാവണ്ടെന്ന് വിചാരിച്ച ഞാൻ ചോദിക്കാത്ത. എന്റെ പപ്പയുണ്ടായിരുന്നെങ്കിൽ. എനിക്ക് ആരും ഇല്ലാത്ത കൊണ്ടല്ലേ സാറ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്. Hold this, man. Okay. I know you would come. Welcome. See you tomorrow. Okay, da. Bye. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ദിസ് ഈസ് ഫോർ ആൻമാരിയ സ്റ്റുപ്പിഡ് മങ്കി ഫേസ്. ഇനി നിന്നെ ആ സ്കൂളിൽ കണ്ടുപോയാലുണ്ടല്ലോ, പിന്നെ നിന്നെ ആരും കാണില്ല, കേട്ടോടാ? ചോറന്മാരെ പറയിപ്പിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പേടിയുള്ള കാര്യങ്ങൾ വേണം കൂടുതൽ ചെയ്യാൻ. എന്നാലേ ഒരു ധൈര്യം ഉണ്ടാവും.
2016-2017 രാമപുരം സബ് ഡിസ്ട്രിക്ട് സ്പോർട്സ് കോമ്പറ്റീഷന്റെ 3-ാം ദിവസത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മത്സരങ്ങൾ ഗ്രൗണ്ടിന്റെ പല ഭാഗങ്ങളിലായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അധ്യാപകരുടെയും മത്സരാർത്ഥികളുടെയും ശ്രദ്ധയിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീനിയർ ബോയ്സ് സീനിയർ ഗേൾസ് ഡിസ്കസ് ത്രോ മത്സരങ്ങൾക്ക് ശേഷം ഗ്രൗണ്ടിന്റെ വലതേ ഭാഗത്ത് സീനിയർ ബോയ്സിന്റെ ജാവലിൻ ത്രോ കോമ്പറ്റീഷൻ ആരംഭിക്കുന്നതാണ്. Chest number 135. Chest number 217. How much? 2.10. Next 208. And best of luck. കൈകുത്തിപ്പോയി. അവിടെ നടന്നു. 1.7. Chest number 217 leads. നോ പ്രോബ്ലം. അടുത്തത് ഫൈനൽ ജമ്പ് അല്ലേ, അത് നന്നാ മതി. യു വിൽ ഗെറ്റ് ഇറ്റ് ഷുവർ. പാർട്ടിസിപ്പൻസിന്റെ ശ്രദ്ധയിലേക്ക് കിഡീസ് ഗേൾസ് ലോങ് ജംപ് 3rd ആൻഡ് ഫൈനൽ റൗണ്ട് ആരംഭിക്കുകയായി. 1.90. Chest number 217. സർപ്രൈസ്. ഇതാ ഏഞ്ചൽ. എന്തു പറ്റി? Why so sad? എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. Why? Participant 208. ജസ്റ്റ് എ സെക്കൻഡ് സർ. Okay. 3-ാമത്തെ ജമ്പ് അല്ലേ? ഇത് കിട്ടും. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം. ഈ സ്പൈക്സിന്റെ ലേസ് കെട്ടിയിരിക്കുന്ന പ്രശ്നം. There you go. That leg. ഇതെങ്ങനെയാ മുറുക്കി കെട്ടുന്നത്? ഇങ്ങനെയാണ് ചാമ്പ്യന്മാർ കെട്ടുന്നത്. ഇതെന്താ ഇപ്പുറത്തുണ്ടല്ലോ? Angel wings. You've got the wings of an angel. ഇനി എന്തിനാ പേടിക്കുന്നത്? Yeah. Go jump. How much? 2.25. It's the best jump, okay? Congrats. ഏഞ്ചലിനോട് പറഞ്ഞ കാര്യം നടന്നല്ലോ.
മെഡലൊക്കെ കിട്ടിയല്ലോ. പക്ഷെ ഇതല്ലല്ലോ ഏഞ്ചലിനോട് പറഞ്ഞ കാര്യം അല്ലേ? അതല്ലേ? Come, come. Yay, my angel. Papa is never going to leave you again. See? Super. ഇയാളെന്തായാലും മലമുകളിൽ വന്ന് വിട്ടത് നന്നായി. കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമായി. ഇനി ഇയാള് ശരിക്കും ഏഞ്ചലാണോ? അങ്ങനെ ആൻമറിയോട് വലിയൊരു ആഗ്രഹം സാധിച്ചു. ആൻമറിയ നാളെ ഒരു PT ഉഷയോ അഞ്ജു ബോബി ജോർജോ ഒക്കെ ആവുമായിരിക്കാം, ഇല്ലായിരിക്കും. പക്ഷേ ഒരു ചെറിയ കുഞ്ഞിന്റെ വലിയൊരു ആഗ്രഹം സാധിച്ചു കൊടുത്തപ്പോൾ ഗിരീഷിന് ചെറുതല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടോ? ആൻമറിയെ വിശ്വസിക്കുന്നത് അവളുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവന്ന ഏഞ്ചൽ ഞാനാണെന്നാണ്. കാരണം ഡോക്ടർ റോയ് ഭാര്യയുമായുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ആൻമറിയൊക്കൊപ്പം നാട്ടിൽ തന്നെ കൂട്ടാൻ തീരുമാനിച്ചു. ഗിരീഷിന്റെ ലൈഫിലെ ഏഞ്ചൽ ആൻമറിയാണ്. കാരണം ചരട് പൊട്ടിയ പട്ടം പോലെ നടന്ന അവന് ഉത്തരവാദിത്വ ബോധം വന്നു. സെറ്റിലാവണമെന്ന് തോന്നി. ഡേവിഡിന്റെ ലൈഫിലെ ഏഞ്ചൽ ഗിരീഷാണ്. അടിയേക്കാൾ വലിയ മരുന്നില്ലെന്ന് പഴമക്കാർ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. കേട്ടിടത്തോളം ആള് നന്നായി. ബേബി ചായൻ ഫുൾ ഓൺ തന്നെയാണ് ഇപ്പോഴും. അതങ്ങനെ തന്നെ പോട്ടെ. പിന്നെ ശരത്തിന്റെ ലൈഫിലെ ഏഞ്ചൽ അംബ്രോസ് ആയിരുന്നു. കുരുത്തക്കേട് കാണിച്ചു നടന്നാൽ അകത്താകുമെന്ന് മനസ്സിലായതോടെ കക്ഷി സ്കൂളിൽ പോക്ക് റീസ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ അവിനാശ് ഇപ്പോഴും അവന്റെ ഏഞ്ചലിന്റെ പിന്നാലെ തന്നെയാണ്. എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു. ഓക്കെ, ഇത് മതി. ഇന്ന് ഞാൻ പൊള്ളിച്ചാട്ടക്കും. പാവം അംബ്രോസ്. അവന്റെ ലൈഫിൽ മാത്രം വഴിതെറ്റി പോലും ഒരു ഏഞ്ചൽ വന്നില്ല. ബേബി ചാന പറഞ്ഞ കൈയോടെ പിടിച്ച് ലോറി കയറ്റിക്കൊള്ളാൻ. എങ്ങോട്ടാ ട്രിപ്പ്? ജാർഖണ്ഡിലേക്ക്. മാവോയിസ്റ്റുകളൊക്കെ ഉള്ള സ്ഥലമല്ലേ? അതെ അതെ. അങ്ങോട്ടാരാ ലോറി ഓടിച്ചു പോണേ? നല്ല ധൈര്യമുള്ള ഒരുത്തനെ ബേബി ചായൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഇവന്റെ ഭാഗ്യം. ചുമ്മാ സൈഡിലിരുന്ന് കൊടുത്താൽ മതി, ബാക്കി അവൻ നോക്കിക്കോളും. ഞാൻ പോണോടാ. അപ്പൊ പോയിട്ട് വാടാ. പോണല്ലേ? ചെല്ല്. ജാർഖണ്ഡെങ്കിൽ ജാർഖണ്ഡ്. ഹിന്ദി പക്ഷെ ഒരു പ്രശ്നമാവും. സാരമില്ല. ചലോ ജാർഖണ്ഡ്. അപ്പൊ പോവല്ലേ അംബ്രോസ്? ഈ സുഗു ഇനി അംബ്രോസിന്റെ ഏഞ്ചൽ ആകുമോ അതോ അന്തകനാകുമോ എന്നീ ജാർഖണ്ഡ് യാത്ര കഴിയുമ്പോൾ അറിയാം. ഹാപ്പി ജേർണി.